الحمد لله رب العالمين. الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ആദരണീയരായ സയ്യിദ് അവറുകൾ, മഹത്തുക്കളായ മോണിറ്റർ കുറക്കാൻ കരിമി, ഞാൻ ഇതിലങ്ങനെ ഇറങ്ങിപ്പോട്ടോ. മോണിറ്ററൊക്കെ കുറച്ച് ആ സ്ക്വയറൊക്കെ ഒന്ന് കൂട്ടി റെഡിയാക്കി, ആ ഷാർപ്പൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് സ്ലോയിലൊക്കെ. ആദരണീയരായ മഹത്തുക്കളായ ഉസ്താദുമാർ, കാരണവന്മാർ, സഹോദര സഹോദരിമാർ, സ്നേഹനിധികളായ പിഞ്ചുമക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ അഅമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർത്തി തരട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റജബിലെ 16-ാമത്തെ രാവിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റജബ് മാസത്തിലെ 16-ാമത്തെ രാവ്. പവിത്രതയുള്ള അദ്കാറുകൾ ചൊല്ലാനാണ് ഇരിക്കുന്നത്. ദിക്ർ ചൊല്ലണം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് തൗബ നടത്തണം. ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് പൊട്ടിക്കരഞ്ഞ് നമ്മുടെ റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന സ്വാലിഹായ അഅമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർത്തി തരട്ടെ. ആമീൻ. ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പലരും പല വിഷമങ്ങളാണ്. ഓരോരുത്തരുടെയും വിഷമങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകും. അധിക പേരും രോഗികൾ. രോഗമെന്ന് പറഞ്ഞാൽ ക്യാൻസർ പോലെയുള്ള, അറ്റാക്ക് പോലെയുള്ള, വാൾവിന് അസുഖം പോലെയുള്ള, ലെൻസിന് തകരാറ് പോലെയുള്ള മാരകമായ രോഗങ്ങൾ. ഇന്നലെ ഒരു കുഞ്ഞുമോൻ വായക്കാട് വന്നിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുഞ്ഞുമോൻ. അവൻ്റെ കാലിൻ്റെ മുട്ടിനാണ് ക്യാൻസർ. കാലിൻ്റെ മുട്ടിന് ക്യാൻസർ. വണ്ണം വെച്ചിരുന്നു കാല്. ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, ആ പിതാവ് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞത് ചെറുപ്പത്തിൽ എന്തോ എവിടെയോ തട്ടിപ്പോയിട്ടുണ്ടാവും, അല്ലാതെ ഇങ്ങനെ വരാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഇപ്പം ക്യാൻസർ 3ാം സ്റ്റേജ് കഴിഞ്ഞു പോയിട്ടുണ്ടെന്നാണ്. 3ാം സ്റ്റേജ് കഴിഞ്ഞ് കടന്നിട്ടുണ്ട് ക്യാൻസർ. നഊദു ബില്ലാഹ്. അവൻ കണ്ണ് നിറച്ചുകൊണ്ടാണ് എന്നോട് പറഞ്ഞു, സാർ ഇത് അരക്കണേ, മറക്കരുത്. ഞാൻ അവനോട് ചോദിച്ചു, പരീക്ഷ എഴുതുന്നുണ്ടോ? അവൻ പറഞ്ഞു, മാഷുമാർ പറഞ്ഞത് ഈ പ്രാവശ്യം പരീക്ഷ എഴുതണ്ട. അപ്പം തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകണില്ലേ? ഇപ്പം നിങ്ങൾ ഈ പ്രാവശ്യം പരീക്ഷ എഴുതണ്ടെന്നാണ് മാഷുമാർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസമാണ് 4.5 വയസ്സുള്ളൊരു കുഞ്ഞുമോള്. അതിൻ്റെ അവിടെ ഒരു മുഴയായിരുന്നു. പരിശോധിച്ച് നോക്കുന്ന സമയത്തിൽ അത് ലാസ്റ്റ് അവസാനം സ്കാനിങ് എടുത്തപ്പോൾ ക്യാൻസറാണ്. അതിങ്ങനെ പടർന്ന് പന്തലിച്ച് അതിൻ്റെ വേര് ഹാർട്ടിലേക്കും വാൾവിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. 4ാം സ്റ്റേജ് കടന്നു പോയിട്ടുണ്ട് ആ കുട്ടി. ഡോക്ടർമാർ ഒഴിവാക്കി. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞുമോളുടെ രോഗവും അല്ലാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. മർക്കാമീൻ പറയപ്പെടുന്ന ആഫിയത്ത് കൊടുക്കണം അല്ലാ, ആരോഗ്യം കൊടുക്കണം അല്ലാ. അതുപോലെ പലരും 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 എന്തൊക്കെ തരായി രോഗം എന്നറിയോ? തലമൂർത്താവ് മുതൽ കാലിൻ്റെ അടിഭാഗം വരെ പലതരത്തിലുമുള്ള രോഗങ്ങൾ. ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ, നമ്മളെ മുഹമ്മദ് അലിയാക്ക മൂപ്പരുടെ വീട്ടിലന്ന് ഭക്ഷണം കഴിക്കാൻ പോയി. അദ്ദേഹത്തിൻ്റെ പിതാവ് പോക്കർ ഹാജി
നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ രോഗം കാരണമായി ഇങ്ങനെ വിറക്കുന്നൊരസുഖം. അദ്ദേഹത്തിൻ്റെ ഭാര്യയും രോഗിയാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പെങ്ങള് ക്യാൻസർ ഉണ്ടായിരുന്നു, ഇപ്പം അൽഹംദുലില്ലാഹ് റാഹത്താണ്. അങ്ങനെ പലരും രോഗികളാണ്. അങ്ങനെ എത്ര ഈ സദസ്സ് ഞാൻ അങ്ങനെ ഓരോരുത്തരോട് ചോദിക്കാണ്, എത്ര ആൾക്കാർ രോഗികളുണ്ട് എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ പൊന്തിച്ച് രോഗവിവരങ്ങൾ പറഞ്ഞ് പ്രയാസപ്പെടുന്നവരായിരിക്കും ഇതിലധിക പേരും. എനിക്കറിയാം, കാരണം എനിക്ക് കുറേ മുഖങ്ങൾ എനിക്ക് പരിചയമുണ്ട്. ഇവിടെ നാട് നോക്കുമ്പോൾ വായക്കാട്ട് വന്നവരും പല സദസ്സിൽ നിന്ന് കൈ പിടിച്ച് ഉസ്താദെ ദ്വാരക്കണേ എന്ന് പറഞ്ഞവരാ പലരും എനിക്കറിയാം. പക്ഷെ ഞാൻ എണ്ണി പറയുന്നില്ല, ഒക്കെ പഠിച്ചോന്നറിയാലോ. ഈ മഹനീയമായ സദസ്സിൽ നമുക്ക് നമ്മുടെ റബ്ബിനോട് പറയാം നമ്മുടെ വേവലാതികൾ. രോഗങ്ങൾ സുഖപ്പെടണം, കടങ്ങൾ വീടണം. കടം കാരണമായി ജീവിതം പോലും മടുത്തുപോയവരുണ്ട്, അതൊക്കെ വീടണം. അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവണം. കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങണം. വെള്ളവും കാര്യം കൊണ്ടുവരാണ് ഇപ്പം കൊണ്ടുവരണ്ടേ. വെള്ളവും കാര്യം കൊണ്ടുവരാണെങ്കിൽ ഇപ്പം അത് കൊണ്ടുവരണ്ടേ. കാരണം ഇപ്പൊ ചൊല്ലാൻ തുടങ്ങിയ സമയമാണ്. കുറച്ച് നേരത്തെ കൊടുക്കേണ്ട സംഗതിയായിരുന്നു. അല്ലെങ്കിൽ വേഗേറി വരുമ്പോ അതിനെന്താ വെൽക്കം ഡ്രിങ്ക് എന്താ സംഗതിയില്ലേ, അതാണ് ഇത്. ചെല്ലുമ്പോ കുടിക്കേണ്ട സാധനമല്ല, കയറി വരുമ്പം കൊടുക്കേണ്ടതാണ്. പിന്നെ വിരിഞ്ഞു പോകുമ്പോൾ ഭക്ഷണം കൊടുക്കുക. അങ്ങനെയാണ് ഈ ദിക്റെല്ലാം നേരത്തെ ചായയും വെള്ളവും കൊണ്ടു കൊടുക്കുന്നത് ശരിയല്ല. കാരണം ഒരു സ്ഥലത്തൂടെ അതൊക്കെ കൂടി പോണേ. ദിക്റില്ലണം തൊള്ളേ കൂടെയാണ്, വെള്ളം കുടിക്കേണ്ടതും തൊള്ളേ കൂടെ, രണ്ടും കൂടെ നടക്കൂല. പാടെ നിർത്തി ലാശൊക്കെ അവസാനം. കാരണം വെള്ളം കിട്ടാഞ്ഞിട്ട് വന്നല്ലോ. നമ്മളൊക്കെ വിഷമമുള്ളവരാണ്. നമ്മളെ വിഷമം തീരണം. അത് ചെല്ലണം, തുടക്കം മുതലേ ചെല്ലണം. ഫാത്തിഹ മുതൽ അങ്ങോട്ട് തുടങ്ങണം. അപ്പോൾ അതിൻ്റെ ഒരു ലബ്ധത്ത്, ഒരു രസം നമുക്ക് സിദ്ധിക്കാം. ഇൻഷാ അല്ലാഹ് പഠിച്ചോൻ സലാമത്താക്കി തരും. രണ്ടുപേര് അപകടത്തിൽപ്പെട്ടു. ഒരാളെ നില മോശമാണ്. പുത്തനത്താണിയിൽ വെച്ച് ഇന്ന് 5:30 മണിക്കാണ് മിംസ് ഹോസ്പിറ്റൽ. ഒരു കുട്ടി മരിച്ചു. ഒരു കുട്ടീൻ്റെ നില വളരെ മോശമാണ്. പഠിച്ചോനെ ശിഫ കൊടുക്കണം റബ്ബേ. അമീൻ പറയാം. പഠിച്ചോനെ ശിഫ കൊടുക്കണം അല്ലാ, ശിഫ കൊടുക്കണം അല്ലാ. അങ്ങനെ പല തരത്തിലും എൻ്റെ രോഗം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കണ്ണീർ ഉസ്താദിൻ്റെ അടുത്തെന്ന് പറയുന്നത് പോലെ സാരല്ല, വിഷമിക്കണ്ട, സാരല്ല, അള്ളൊരു പരിഹാരം ചെയ്തു. അതിനാണല്ലോ നമ്മളിവിടെ വന്നത്. നിരോളിക്കാൻ അവിടെ വന്നത്. നിരോളിക്കാൻ, പച്ച മലയാളത്തിൽ പറഞ്ഞ നിരോളിക്കാൻ അവിടെ വന്നത്. നമുക്ക് കരയണം, ലൈറ്റ് ഓഫാക്കി കരയണം. മനസ്സിലായി? നമ്മൾ കരയണം, ആരും കാണണ്ട. എത്ര ലൈറ്റ് ഇല്ലാഞ്ഞാലും കുരാക്കുരിട്ടിൽ കറുകറുത്ത പാറക്കെട്ടിന്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന കറുകറുത്ത കുഞ്ഞനുറുമ്പിന്റെ കുഞ്ഞൻ കാൽപാദങ്ങൾ അറിയുന്നവനാണ് അല്ലാഹ്. പടച്ചോന്റെ മുമ്പിൽ നമുക്ക് കരയണം. ഇൻഷാ അല്ലാഹ് പറയും. ഇന്ന് നമ്മൾ പ്രശ്നം ഇവിടെ ഇറക്കി വെക്കണം. നമ്മളെ പ്രയാസം ഇവിടെ നിന്ന് തീരണം. ഇവിടെ നിഞ്ഞാട് പോകുമ്പോൾ ഈ പ്രയാസമായിട്ട് മുന്നോട്ട് പോകരുത്. ഇൻഷാ അല്ലാഹ് പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ സമയം 8:37 9:37 അല്ലെങ്കിൽ 9:40 ആകുമ്പോൾ നമ്മുടെ അദ്കാർ കഴിയും. ഇൻഷാ അല്ലാഹ് 9:40 ആകുമ്പോൾ അദ്കാർ കഴിയും. ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-10:15 ആകുമ്പോൾ നമുക്ക് ലൈറ്റ് ഓഫ് ആക്കാം. 10:15 ആകുമ്പോൾ ലൈറ്റ് മൊത്തം ഓഫ് ചെയ്ത് നമുക്ക് തൗബയിലേക്ക് കടക്കാം. വെള്ളിയാഴ്ച രാവാണ്. അല്ലാഹ് പറയേണ്ട ആവശ്യമില്ലല്ലോ. 5 രാവിന് ദുആക്ക് ഉത്തരണ്ടെന്ന പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. അതിൽ ഒന്നാമത്തെ രാവ് റജബിൽ ആദ്യത്തെ രാവാണ്. അത് കഴിഞ്ഞു. ഇനി കിട്ടണമെങ്കിൽ അടുത്ത കൊല്ലമാണോ. രണ്ടാമത്തെ രാവ് ഷാബാൻ 15-ന്റെ രാവാ. ഇനി 28 ദിവസം കൂടി ഉണ്ട്. 15-ന് ഷാബാൻ 15-ന്റെ രാവ്. മൂന്നാമത്തെ രാവ് വലിയൊരുനാൾ ചെറിയൊരുനാളുടെ രാവാണ്. അതിന് കുറച്ച് ദിവസം കൂടി റമളാൻ കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് വലിയൊരുനാളുടെ രാവ്. പിന്നെ 2 മാസം കഴിഞ്ഞിട്ട്. 5-ാമത്തെ രാവ് വെള്ളിയാഴ്ച രാവ്. എന്നാ പറയാ? എന്നാ? ഇന്ന്. എപ്പോഴാ? ഇപ്പോ. എന്ത് ദുആക്ക് ഉത്തരം കിട്ടുക എന്നുള്ളത് ഉറപ്പായിട്ടും സംശയിക്കേ വേണ്ട. ഇന്ന് നേടിയെടുക്കണം. ഇവിടുന്ന് ഇന്ന് കരയണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സങ്കടം ഇവിടുന്ന് തീർക്കണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്ത് നൽകട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുടങ്ങാം. എല്ലാവരും നീയത്ത് വെച്ചുള്ള കണ്ണടച്ച് പിടിച്ച് അല്ലാഹ് എൻ്റെ വിഷമങ്ങളൊക്കെ നീക്കി എനിക്ക് നീ സലാമത്ത് നൽകണം എന്ന് പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إلى حضرة شفيعنا وحبيبنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ദാരിമി നിങ്ങൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കയറി നോക്കി. ആദ്യം ഇവിടെ നിന്ന് കയറി നോക്കി. ഇതിൻ്റെ ഒച്ചയും വിളിയും നോക്കി നോക്കി. ഇവിടെ വരി. നിങ്ങൾ ഇവിടെ വരി. ഇവിടെ നോക്കി. 360. നിങ്ങൾ ഇവിടെ ദാരിമി ഇവിടെ വന്നിട്ട് ഒന്ന് നോക്കി നോക്കി ഇതിൻ്റെ സെറ്റിൻ്റെ അവസ്ഥ. എന്നിട്ട് നിങ്ങൾ അവിടെ പോയി സെറ്റ് ചെയ്യും. ഒരു മനുഷ്യനല്ലേ ഞാൻ ദാരിമി. ഇനിയുള്ളത് നിങ്ങൾ ഇവിടെ വരി. ഇവിടെ വന്നിട്ട് നോക്കി. എന്നിട്ട് ഇതിന്റെ സെറ്റ് അവിടെ പോയി കറക്റ്റ് ചെയ്യും. ഇനിയുള്ളത് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കന്മാര്, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ മക്കള്, പേരമക്കള്, അവിടുത്തെ സ്വഹാബത്ത്, വിശിഷ്യ മുഹാജിരിങ്ങളായ സ്വഹാബിമാർ, അൻസാരിങ്ങളായ സ്വഹാബിമാർ റളിയല്ലാഹു അൻഹും, അതുപോലെ തന്നെ അവിടുത്തെ ശുഹദാക്കന്മാർ, വിശിഷ്യ ബദർ ശുഹദാക്കന്മാർ റളിയല്ലാഹു അൻഹും. ബദർ ശുഹദാക്കന്മാരുടെ കൂട്ടത്തില് ബദർ യുദ്ധത്തിൽ ഷഹീദായ 14 ശുഹദാക്കന്മാരുണ്ട്. വിശിഷ്യ ഉബൈദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, മിഖ്ജബ് ബിൻ സാലിഹ് റളിയല്ലാഹു അൻഹു, ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഫ്വാൻ ബിൻ വഹബ് റളിയല്ലാഹു അൻഹു, ദുശ്ശിമാലൈനി റളിയല്ലാഹു അൻഹു, ആഖിൽ ബിൻ ബുഖൈർ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു അൻഹു, മുബശ്ശിർ ബിൻ അബ്ദുൽ മുൻദിർ റളിയല്ലാഹു അൻഹു, യസീദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു, റാഫിഅ ബിൻ മുഅല്ല റളിയല്ലാഹു അൻഹു, മുഅവ്വിർ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹു, ഔഫ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. ഇവരുടെ തിരുഹദറത്തിലേക്ക്, അതുപോലെ തന്നെ മറ്റുള്ള യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത് ഷഹീദായ ശുഹദാക്കന്മാർ റളിയല്ലാഹു അൻഹും എല്ലാവരുടെയും തിരുഹദറത്തിലേക്ക് ഇവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ എല്ലാം നീക്കി തരുകയും
ഞങ്ങളുടെ ഹലാലായ സകല മുറാദും നീ ഹാസിലാക്കി തരുകയും ചെയ്യണം അല്ലാഹ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ഇനിയുള്ളത് മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, മശായിഖന്മാർ, ഇവരുടെ പേരിൽ ഫാത്തിഹ ഓതണം. വിശിഷ്യ ഔലിയാക്കന്മാരുടെ നേതാവ് മഹാനാകുന്ന ഗൗസുൽ അഅ്ലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇന്ത്യയുടെ സുൽത്താൻ അജ്മീർ ദർഗാ ഷരീഫിൽ അന്തി ഉറങ്ങുന്ന മഹാനാകുന്ന സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്ക്, അതുപോലെ തന്നെ ഖാജ തങ്ങളുടെ ഉസ്താദായ നിരവധി ആലിമീങ്ങളുടെ ഉസ്താദ്, നിരവധി മഹാന്മാരുടെ ഉസ്താദ് മഹാനാകുന്ന സയ്യിദ് ഉസ്മാനുൽ ഖാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്ക്, അതുപോലെ തന്നെ ഖാജ തങ്ങളുടെ മകനായ സയ്യിദ് ഫഖറുദ്ദീൻ സർവാർ ഷരീഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്ക്, അതുപോലെ തന്നെ ഖാജ തങ്ങളുടെ ഖലീഫമാരായ കഞ്ചു ശക്കർ ഫരീദ് ഔലിയ മഹാനാകുന്ന സയ്യിദ് ഖുത്ബുദ്ദീൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മഹാന്മാരായ സയ്യിദ് ഷഹീദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു, സയ്യിദ് ശക്കർ ബാവ ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ്, അതുപോലെ തന്നെ ഖാജ തങ്ങളുടെ മാതാപിതാക്കന്മാര്, അവിടുത്തെ മശായിഖന്മാര്, അവിടുത്തെ ഉസ്താദുമാര്, അവിടുത്തെ മുഹിബ്ബീങ്ങൾ മുരീദുമാർ ഖലീഫമാര് ഖദ്ദസല്ലാഹു അസ്റാറഹും എല്ലാവരുടെയും തിരുഹദറത്തിലേക്ക് കരുണക്കടലായ അല്ലാഹ് ഇവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ എല്ലാം നീക്കിത്തരണം അല്ലാഹ്. ഹലാലായ സകല മുറാദും നീ ഹാസിലാക്കി തരണം അല്ലാഹ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇനിയുള്ളത് മഹാന്മാരായ ഖുത്ബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങളും ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസും, അതുപോലെ തന്നെ മമ്പുറം തങ്ങളുടെ മാതാപിതാക്കന്മാര്, അവിടുത്തെ മശായിഖന്മാർ, ഉസ്താദുമാര്, അവിടുത്തെ മുഹിബ്ബീങ്ങൾ മുരീദുമാർ ഖലീഫമാര് ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ ഉള്ളാളം ദർഗാ ഷരീഫിൽ അന്തി ഉറങ്ങുന്ന മഹാനാകുന്ന ഖുത്ബുസ്സമാൻ സയ്യിദ് മദനി തങ്ങളും ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസും, അതുപോലെ തന്നെ സയ്യിദ് മദനി തങ്ങളുടെ മാതാപിതാക്കന്മാര്, അവിടുത്തെ മശായിഖന്മാർ, ഉസ്താദുമാര്, അവിടുത്തെ മുഹിബ്ബീങ്ങൾ മുരീദുമാർ ഖലീഫമാര് ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ കോഴിക്കോട് ഇടിയങ്ങര ശൈഖ് പള്ളിയിൽ മറവിട്ട് കിടക്കുന്ന മഹാനാകുന്ന ഇടിയങ്ങര ശൈഖ് ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ്, അതുപോലെ തന്നെ വരക്കൽ മഖാമിൽ അന്തി ഉറങ്ങുന്ന മഹാന്മാരായ വരക്കൽ തങ്ങന്മാർ ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ വരക്കൽ തങ്ങന്മാരുടെ ചാരത്തന്തി ഉറങ്ങുന്ന മഹാനാകുന്ന ഉസ്താദുൽ അസാതീദ് ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ്, അതുപോലെ തന്നെ വായക്കാട്ടിന്റെ മണ്ണിൽ അന്തി ഉറങ്ങുന്ന ജീവിതത്തിൽ ഒരു ഖറാത്ത് പോലും ചെയ്യാതെ ജീവിച്ച് മൺമറഞ്ഞുപോയ ഉസ്താദുൽ അസാതീദ് ശൈഖുനാ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ്, അതുപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദിന്റെ ചാരത്തന്തി ഉറങ്ങുന്ന നിരവധി മഹാന്മാർ, മഹത്തുക്കൾ, മഹതിമാർ ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ മഹാന്മാരായ സയ്യിദ് പാപ്പക്കോയ തങ്ങളെ ഐദുറുസിക്കുമ്പോൾ ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ്, അതുപോലെ തന്നെ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളെ ഐദുറുസിക്കുമ്പോൾ ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ്, അതുപോലെ തന്നെ മഹാന്മാരായ സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങളും ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ്, അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തിൽ അന്തി ഉറങ്ങുന്ന
നിരവധി തങ്ങന്മാർ ഖദ്ദസല്ലാഹു അസ്റാറഹും അതുപോലെ തന്നെ മഹാന്മാരായ മടവൂർ ദർഗാ ഷരീഫിൽ അന്തി ഉറങ്ങുന്ന ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസം മഹാനാകുന്ന ഖുത്ബുൽ ആലം ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ് അതുപോലെ തന്നെ സിയം വലിയുല്ലാഹി തങ്ങളുടെ മാതാപിതാക്കന്മാരും അവിടുത്തെ മശായിഖന്മാരും അവിടുത്തെ ഉസ്താദുമാരും അവിടുത്തെ മുഹിബ്ബീങ്ങൾ മുരീദുമാർ ഖലീഫമാരും ഖദ്ദസല്ലാഹു അസ്റാറഹും എല്ലാവരുടെയും തിരുഹളറത്തിലേക്ക് അതുപോലെ തന്നെ മഹാന്മാരായ ശൈഖുനാ പന്മള ഫരീദ് ഉസ്താദ്, ശൈഖുനാ കാളമ്പാടി ഉസ്താദ്, ശൈഖുനാ എപി കുമരമ്പത്തൂർ ഉസ്താദ്, ശൈഖുനാ എരമംഗലം ഉസ്താദ് ഖദ്ദസല്ലാഹു അസ്റാറഹും അതുപോലെ തന്നെ നമ്മുടെ മദ്രസകളിലും വിശുദ്ധമായ ദർസുകളിലെ കോളേജുകളിലും വിശുദ്ധമായ വഅളിന്റെ സദസ്സുകളിലും നമുക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരിൽ നിന്ന് പലരും ഇന്നാറടി മണ്ണിലാണല്ലോ. എല്ലാവരുടെയും തിരുഹളറത്തിലേക്ക് ഇവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തിലും അന്തിയുറങ്ങുന്ന നിരവധി മഹാന്മാർ മഹത്തുക്കൾ മഹതിമാർ ഖദ്ദസല്ലാഹു അസ്റാറഹും അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മഹാന്മാരുണ്ട്. അസ്ഹാബുൽ വഖ്തിന്റെ മഹാന്മാർ, റിജാലുൽ ഗായിബീങ്ങളായ മഹാന്മാർ റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ സയ്യിദുനാ ഖിദ്ർ അലൈഹിസ്സലാം ഇവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ഈ വിശുദ്ധമായ മജ്ലിസിലേക്ക് വന്ന എൻ്റെ വല്യപ്പമാർ വല്യമ്മമാർ എൻ്റെ ഉപ്പമാരുമ്മമാര് സഹോദരന്മാർ സഹോദരിമാർ കുഞ്ഞു പൈത മക്കളടക്കം എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ നീക്കിത്തന്ന് എല്ലാവർക്കും നീ സലാമത്ത് നൽകണം അല്ലാഹ്. എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ സകല മുറാദും നീ ഹാസിലാക്കി തരണം അല്ലാഹ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഇനിയുള്ളതും നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയ നമ്മുടെ വല്യമ്മമാർ നമ്മുടെ വല്യപ്പമാർ നമ്മുടെ ഉപ്പമാരുമ്മമാര് നമ്മുടെ ജട്ടാനുജന്മാര് കുടുംബങ്ങൾ ബന്ധുക്കൾ നാട്ടുകാർ മഹല്ലത്തുകാർ അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മഹല്ല് ജുമുഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്ന ആയിരക്കണക്കായ മുത്തു മുഅ്മിനീങ്ങളും എല്ലാവരുടെയും തിരുഹളറത്തിലേക്ക് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഇനിയുള്ളതും നമ്മിൽ നിന്ന് ഇനിയുള്ളത് ഹബീബാ നബി തങ്ങളോട് സലാം പറയുകയാണ്. ലോകം വടക്കാൻ കാരണദൂതരായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബാ നബി തങ്ങളുടെ ചാരത്ത് ചെന്ന് നിൽക്കണം. മുത്തനബി തങ്ങളോട് സലാം പറയണം. ഹബീബാ നബി തങ്ങൾ ആത്മാർത്ഥമായി പ്രണയിക്കാൻ കഴിയണം. അവിടുത്തെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ കഴിയണം. കരുണക്കടലായ അല്ലാഹ് ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. എല്ലാവരും ചൊല്ലിക്കോളും. മുത്തുമിനികളെ ഞാൻ ചൊല്ലിത്തരാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا خليل الله. الصلاة والسلام عليك يا خليل الله. الصلاة والسلام عليك يا صفي الله. الصلاة والسلام عليك يا صفي الله. الصلاة والسلام عليك يا نبي الله. الصلاة والسلام عليك يا نبي الله. الصلاة والسلام عليك يا خير خلق الله.
الله. الصلاة والسلام عليك يا خير خلق الله. الصلاة والسلام عليك يا من اختاره الله. الصلاة والسلام عليك يا من اختاره الله. الصلاة والسلام عليك يا من أرسله الله. الصلاة والسلام عليك يا من أرسله الله. الصلاة والسلام عليك يا من زينه الله. الصلاة والسلام عليك يا من زينه الله. الصلاة والسلام عليك يا من شرفه الله. الصلاة والسلام عليك يا من شرفه الله. الصلاة والسلام عليك يا من كرمه الله. الصلاة والسلام عليك يا من كرمه الله. الصلاة والسلام عليك يا من علمه الله. الصلاة والسلام عليك يا من علمه الله. الصلاة والسلام عليك يا سيد المرسلين. الصلاة والسلام عليك يا سيد المرسلين. الصلاة والسلام عليك يا إمام المتقين. الصلاة والسلام عليك يا إمام المتقين. الصلاة والسلام عليك يا شفيع المذنبين. الصلاة والسلام عليك يا شفيع المذنبين. الصلاة والسلام عليك يا رسول رب العالمين. الصلاة والسلام عليك يا رسول رب العالمين. محمد أشرف الأعراب والعجم. محمد خير من يمشي على قدمه. محمد باسط المعروف جامعه. محمد صاحب الإحسان والكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. محمد تاج رسول الله قاطبة. محمد صادق الأفعال والكلم. محمد ثابت الميثاق حافظه. محمد طيب الأخلاق والشيم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. محمد رويت بالنور طينته. محمد لم يزل نورا من القدم. محمد حكيم بالعدل ذو شرف. محمد معدن الإنعام والحكم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. محمد خير خلق الله من مضرى. محمد خير رسول الله كلهم. محمد دينه حق ندين به. محمد محمل حقا على علم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. محمد ذكره روح لأنفسنا. محمد شكره فرض على الأمم. محمد زينة دنيا وبهجتها. محمد كاشف الغمات والظلم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.
محمد ذكره روح لأنفسنا محمد شكره فرض على الأمم محمد زينة دنيا وبهجتها محمد كاشف الغمات والظلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد سيد طابت مناقبه محمد صاغه رحمن من كرمي محمد صفوة الباري وخيرته محمد طاهر من سائر التهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد لاحق للضيف مكرمه محمد جاره والله لم يظلم محمد طابت دنيا ببعثته محمد جاء بالآيات والحكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد يوم بعث الناس شافعنا محمد نوره الهادي من الظلم محمد قائم لله ذو همم محمد خاتم للرسل كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول എല്ലാ الله ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബർക്കത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله സൂര്യം മാറ്റുള്ള ദീനമടങ്കലും നബി തങ്ങളെ ബർക്കത്തിനാൽ എമ്മെ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളുടെ കവശമങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ എല്ലാം നീക്കി സലാമത്ത് നൽകണം അല്ലാഹ് ഇനി എന്റെ മുത്തുമിനികളെ ഇനിയുള്ളത് വിശുദ്ധമായ പവിത്രതയുള്ള അദ്കാർ സബാ അദ്കാറുൽ മസായിലേക്ക് പ്രവേശിക്കുകയാണ് ലോകം വടക്കാൻ കർണദൂതരായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി ബറകത്തല്ലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയ അവിടുന്ന് ചൊല്ലാൻ വേണ്ടി പറഞ്ഞ 23
56ഓളം വരുന്ന ദിക്റുകളും ദുആകളുമാണ് ഇനി നാം ഇവിടെ വെച്ചുകൊണ്ട് ചൊല്ലുന്നത്. കരുണക്കടലായ അല്ലാഹ് ഞങ്ങളുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ എല്ലാം നീക്കി സലാമത്ത് നൽകണം അല്ലാഹ്. രോഗികളുടെ രോഗങ്ങൾക്ക് നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടക്കാരുടെ കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങളൊക്കെ വീട്ടിത്തരണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മക്കളെ നൽകണം അല്ലാഹ്. കുടുംബത്തിൽ ഐക്യവും സ്നേഹവും നീ നിലനിർത്തണം അല്ലാഹ്. ഇങ്ങനെ എന്തൊക്കെ വിഷമങ്ങളുമായിട്ടാണ് എന്റെ ഉമ്മമാരും ഉപ്പമാരും ഈ വിശുദ്ധമായ പവിത്രതയുള്ള ഈ റജബ് മാസത്തിലെ 3ാമത്തെ വെള്ളിയാഴ്ച രാവായ ഇന്നത്തെ ഈ രാത്രിയില് ഈ മഹനീയമായ മജ്ലിസിലേക്ക് വന്നിട്ടുള്ളത്. എന്റെ ഉമ്മമാരും ഉപ്പമാരെ മനസ്സറിഞ്ഞ് എല്ലാവരും ഒന്ന് നിയ്യത്ത് വെച്ചോളും. ഒരു അരമിനിറ്റ് സമയം ഒന്ന് കണ്ണടച്ചു പിടിച്ച് കരുണക്കടലാ റബ്ബിനോർത്ത് അല്ലാഹ് എന്റെ വിഷമങ്ങളൊക്കെ നീക്കി എനിക്ക് നീ സലാമത്ത് നൽകണം അല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞ് എല്ലാവരും ഒരു തവണ ബിസ്മി ചൊല്ലിക്കോളും. ബിസ്മി ചൊല്ലുമ്പോൾ നിയ്യത്ത് വെക്കണേ, നിയ്യത്ത് വെക്കാൻ മറക്കരുത്. കരുണക്കടലായ അല്ലാഹ് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണം അല്ലാഹ്. എല്ലാവരും നിയ്യത്ത് വെക്കൂ, എല്ലാവരും മനസ്സറിഞ്ഞ് നിയ്യത്ത് വെക്കൂ, എല്ലാവരും നിയ്യത്ത് വെക്കൂ. അല്ലാഹുവിനെ ഓർക്കൂ എല്ലാവരും. എന്നിട്ട് ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുണ്ടല്ലോ, പ്രയാസങ്ങൾ എല്ലാം അല്ലാഹുവിനോടൊന്ന് സംസാരിക്കും. അല്ലാഹ് എന്റെ വിഷമങ്ങൾ നിനക്കറിയുമല്ലോ അല്ലാഹ് എന്ന് പറയും. എല്ലാവരും പറഞ്ഞാണ് അല്ലാഹ് എന്റെ വിഷമങ്ങളൊക്കെ നിനക്കറിയുമല്ലോ അല്ലാഹ് എന്ന് പറയും. മനസ്സറിഞ്ഞ് നിയ്യത്ത് വെച്ചാണ്. കരുണക്കടലായ അല്ലാഹ് ഈ മജ്ലിസിൽ നിന്ന് തൗബ കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ മനസ്സിനൊരു റാഹത്ത് നൽകണം അല്ലാഹ്. എല്ലാവരും ഒരു തവണ ബിസ്മി ചൊല്ലിക്കോളും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് 3 തവണ സൂറത്തുൽ ഇഖ്ലാസ്, 3 തവണ സൂറത്തുൽ ഫലഖ്, 3 തവണ സൂറത്തുൻ നാസ്, 1 തവണ ആയത്തുൽ കുർസി എല്ലാവരും ഒപ്പമായിട്ട് ചൊല്ലിക്കോളും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
ആയത്തുൽ കുർസിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذنിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയുസ് സമാവാതി വൽ അർള് ولا يؤوده حفظهما وهو العلي العظيم. ഇനിയുള്ളത് ദിക്റുകളും ദുആകളുമാണ്. ഞാൻ ചൊല്ലിത്തരം, നിങ്ങൾ എല്ലാവരും ചൊല്ലിക്കോളും. മുത്തുനബി തങ്ങൾ വൈകുന്നേരം ചൊല്ലിയ ദിക്റുകളും ദുആകളുമാണ്. അംസൈന, എല്ലാവരും ആവേശത്തിലുള്ള മുത്തുമിനികളെ അംസൈന, ഒന്ന് ആവേശം. അംസൈന വഅംസൽ മുൽക്കു ലില്ലാഹി വൽഹംദുലില്ലാഹി لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. ربي أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها. ربي أعوذ بك من الكسل وسوء الكبر. ربي أعوذ بك من عذاب في النار وعذاب في القبر. അല്ലാഹു എന്നെ സ്വീകരിക്കണം. അല്ലാഹ് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണേ. അല്ലാഹ് ഇനി എൻ്റെ മുത്തുമിൽ ആറാമത്തെ ദിക്ർ കണ്ടോ, വല്ലാത്ത മഹത്വമുള്ള ദിക്റ. ഇതെങ്ങാനും പ്രഭാതത്തിലും പ്രദോഷത്തിലും 10 തവണ ചൊല്ലിക്കഴിഞ്ഞ മുത്തുനബി തങ്ങൾ പറഞ്ഞല്ലോ, അവനിക്കെന്റെ ശഫാഅത്ത് നിർബന്ധമായി. അല്ലാഹു ആ ശഫാഅത്തിൽ ഞങ്ങളെ പെടുത്തണേ. അല്ലാഹ് ഞങ്ങളുടെ മാതാപിതാക്കന്മാര്, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ ഭർത്താക്കന്മാര്, ഞങ്ങളുടെ മക്കള്, പേരമക്കള്, മരുമക്കള്, ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങള്, എല്ലാവർക്കും മുത്തുനബി തങ്ങളുടെ ശഫാഅത്ത് നൽകണേ. അല്ലാഹ് ചൊല്ലിക്കോളും മുത്തുമിനിങ്ങൾ ഇഖ്ലാസോടെ തഖ്വയോടെ 10 തവണ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അല്ലാഹു എന്നെ സ്വീകരിക്കണം. അല്ലാഹ് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണേ. അല്ലാഹ് ഞങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ. അല്ലാഹ് ഏറ്റവും വലിയ മുറാദുകൾക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യണമെന്നാണ്. പൊന്നാര റബ്ബേ നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് മക്കയും മദീനയും കാണിപ്പിക്കാതെ ഞങ്ങളെ മരിപ്പിക്കരുത്. അല്ലാഹ് ഇനി എൻ്റെ മുത്തുമകളെ 7ാമത്തെ ദിക്ർ കണ്ടോ, വല്ലാത്ത മഹത്വമുള്ള ദിക്റ. മുത്തുനബി
തങ്ങൾ ചൊല്ലിയതാ, ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ, ആവേശത്തിൽ ചൊല്ലും മുത്തുമിനികളെ, അല്ലാഹുമ്മ ബിക അംസൈനാ വബിക അസ്ബഹനാ വബിക നഹ്യാ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണേ അല്ലാഹ്. ഇനി എൻ്റെ മുത്തുമണിയുടെ 8ാമത്തെ ദിക്ർ കണ്ടോ, ഇതെങ്ങാനും പ്രഭാതത്തിലും പ്രദോഷത്തിലും 3 തവണ ചൊല്ലിക്കഴിഞ്ഞ പെടുന്നതിനുള്ള പരീക്ഷണങ്ങളുണ്ടല്ലോ, ഒരിക്കലും അവരിൽ സംഭവിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ പെടുന്നതിനുള്ള അറ്റാക്ക് പോലെയുള്ള രോഗങ്ങള്, ടെൻഷൻ എടുപ്പിക്കുന്ന വാർത്തകള്, അപകടങ്ങൾ, അപകട മരണങ്ങള്, എല്ലാവരും ഒന്ന് നെഞ്ചോട് നേരെ കൈയുയർത്തി പിടിക്കുമോ? ഇഖ്ലാസോടെ ആമീൻ എടുക്കുമോ? റജബ് മാസമല്ലയോ, വെള്ളിയാഴ്ച രാവല്ലയോ, അദ്കാറിന്റെ മജ്ലിസ് അല്ലയോ? എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ എടുത്തോളൂ. അല്ലാഹുവിനെ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, അപകട മരണത്തിൽ നിന്നും നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ചൊല്ലിക്കോളും മുത്തുമിനിങ്ങളെ ഇഖ്ലാസോടെ തഖ്വയോടെ 3 തവണ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണേ അല്ലാഹ്. ഇനി എൻ്റെ മുത്തുമിനിയുടെ 9ാമത്തെ ദിക്ർ കണ്ടോ, അതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. മുത്തുനബി തങ്ങൾ പറഞ്ഞല്ല സ്വഹാബ, ഇതെങ്ങാനും പ്രഭാതത്തിലും പ്രദോഷത്തിലും 1 തവണ ചൊല്ലിക്കഴിഞ്ഞ മറത്തൻ വാഹിദ, അന്നത്തെ ദിവസം അവൻ ലോകത്തോട് വിട പറയുകയും ചെയ്തു പോയ വൗവമിൻ അഗ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിന്റെ അകലുകാരനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ആയുസ്സിനെ നീട്ടിത്തരണം അല്ലാഹ്. ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ സ്വർഗാവകാശിയായി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. ചൊല്ലിക്കോള് മുത്തുമിനികളെ, ഞാൻ ചൊല്ലിത്തരം. അല്ലാഹുമ്മ, ആവേശ സ്വർഗാവകാശിയാണെന്ന് ദിക്റാണല്ലോ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅനാ അബ്ദുക വഅനാ അലാ അഹ്ദിക ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. നിങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. നിങ്ങളുടെ രോഗങ്ങളൊക്കെ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. കീറി മുറിക്കുന്ന രോഗമോ, മരുന്നില്ലാത്ത രോഗമോ, ജനങ്ങൾ വെറുക്കുന്ന രോഗമോ നിങ്ങളെ നീ പരീക്ഷിക്കരുത് അല്ലാഹ്. സകല രോഗത്തിൽ നിങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ചൊല്ലിക്കോള് മുത്തുമിനികളെ 10ഉം 11ഉം കണ്ടോ, ഞാൻ ചൊല്ലിത്തരാം. അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശഹാദ ഫാത്തിറസ് സമാവാതി വൽ അർളി റബ്ബ കുല്ലി ഷൈഇൻ വമലീകഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ശർരി നഫ്സി ومن شر الشيطان وشركه. اللهم إني أسألك العافية في الدنيا والآخرة. اللهم إني أسألك العفو
والعافية في ديني ودنياي وأهلي ومالي. اللهم استر عوراتي وآمن روعاتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي. وأعوذ بعظمتك أن أغتال من تحتي. അള്ളാഹുവിനെ സ്വീകരിക്കണം. അല്ലാഹ് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണേ. അല്ലാഹ് ആഖിബത്ത് നന്നാക്കണം. അല്ലാഹ് ഈമാൻ സലാമത്ത് നൽകണേ. അല്ലാഹ് ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടി സലാമത്ത് നൽകണേ. അല്ലാഹ് കടക്കാരായി ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കരുത്. അല്ലാഹ് കടങ്ങളെ തൊട്ടൊക്കെ നീ കാത്ത് രക്ഷിക്കണേ. അല്ലാഹ് പടച്ചറമേ ഞങ്ങളുടെ കൂട്ടത്തില് ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹ് ജോലി നൽകണേ. അല്ലാഹ് ഇപ്പോൾ ചെയ്യുന്ന ജോലികളിലൊക്കെ നീ ഖൈറും ബറക്കത്തും നീ നിറക്കണേ. അല്ലാഹ് നാട്ടിലുള്ള ജോലി ചെയ്യുന്നവരുടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ. അല്ലാഹ് പ്രവാസ ലോകത്തിൽ കഷ്ടപ്പെടുന്ന പ്രവാസികൾക്കും നീ ബറക്കത്ത് നൽകണേ. അല്ലാഹ് മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈ നീട്ടി യാചിക്കുന്ന തൊട്ട് നീ കാത്ത് രക്ഷിക്കണേ. അല്ലാഹ് ചൊല്ലിക്കോള് മുത്തുമിനികളെ 12ാമത്തെ ദിക്ർ കണ്ടോ? ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലിക്കോളൂ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അല്ലാഹുവിനെ സ്വീകരിക്കണം. അല്ലാഹ് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണം. അല്ലാഹ് രോഗങ്ങളൊക്കെ നീ സുഖപ്പെടുത്തണേ. അല്ലാഹ് കടങ്ങളൊക്കെ വീട്ടിത്തരണം. അല്ലാഹ് വാടക വീട്ടിൽ കഴിയുന്നവര് കൂട്ടത്തിലുണ്ട്. അല്ലാഹ് കോട്ടേഴ്സിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹ് എല്ലാവർക്കും നീ സ്വന്തമായിട്ടൊരു വീട് നൽകണേ. അല്ലാഹ് വീട്ടിലേക്കുള്ള വഴി, റോഡ്, കറണ്ട് ശരിയാവാത്തവർക്ക് നീ ശരിയാക്കി കൊടുക്കണേ. അല്ലാഹ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലെല്ലാം ഖൈറും ബറക്കത്തും നീ നിറക്കണേ. അല്ലാഹ് ചൊല്ലിക്കോള് മുത്തുമിനികളെ 13ാമത്തെ ദിക്ർ ഞാൻ ചൊല്ലിത്തരാം. അംസൈന, ആവേശത്തിൽ ചൊല്ലു. അംസൈന അലാ ഫിത്രത്തിൽ ഇസ്ലാമി വഅലാ കലിമത്തിൽ ഇഖ്ലാസി വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം അലൈഹിസ്സലാം ഹനീഫൻ വമാ കാന മിനൽ മുശ്രികീൻ. അള്ളാഹുവിനെ സ്വീകരിക്കണം. അല്ലാഹ് യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിച്ച് യഥാർത്ഥ മുസ്ലിമായി ഞങ്ങളെ മരിപ്പിക്കണേ. അല്ലാഹ് ചൊല്ലിക്കോള് മുത്തുമിനികളെ 14ാമത്തെ ദിക്ർ കണ്ടോ? ഇഖ്ലാസോടെ തഖ്വയോടെ 10 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت
وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളുടെ വശങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണേ അല്ലാഹ് ഈമാൻ ശക്തിപ്പെടുത്തി തരണം അല്ലാഹ് ആഖിബത്ത് നന്നാക്കണം അല്ലാഹ് തഖ്വ നൽകണേ അല്ലാഹ് ഇഖ്ലാസ് നൽകണേ അല്ലാഹ് മുത്തുമിനികൾ ഞങ്ങളുടെ നമ്മുടെ കൂട്ടത്തിലെ ഒരു കുഞ്ഞുക്കാല് കാണാൻ കൊതിക്കുന്ന എത്രയോ ദമ്പതികൾ ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്നുണ്ട് അല്ലാഹ് എല്ലാവർക്കും നീ മക്കളെ കൊടുക്കണേ അല്ലാഹ് ഗർഭിണികളാകുന്ന സ്ത്രീകളും ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്നുണ്ട് അല്ലാഹ് എല്ലാവർക്കും നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ് ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെയും പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെയും നീ കൊടുക്കണേ അല്ലാഹ് തീരെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് മക്കളെ കൊടുക്കണേ അല്ലാഹ് ചൊല്ലിക്കോളെ മുത്തുമിനുള്ള 15ാമത്തെ ദിക്ർ കണ്ടോ ഇഖ്ലാസോടെ തഖ്വയോടെ 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി ബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി
subhanallah bihamdihi 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 സുബ്ഹാനല്ലാഹി ബിഹംദി സുബ്ഹാനല്ലാഹി ബിഹംദി സുബ്ഹാനല്ലാഹി ബിഹംദി. അല്ലാഹുവിനെ സ്വീകരിക്കണം. അല്ലാഹ് ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. ഈമാൻ സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടി തരണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയ ആൺമക്കള് പെൺമക്കള് ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്നുണ്ട് അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് അല്ലാഹ്. എല്ലാവരുടെയും മക്കൾക്ക് കല്യാണം നീ ശരിയാക്കി കൊടുക്കണേ അല്ലാഹ്. കല്യാണം ശരിയാവാത്തവരുടെ കല്യാണം നീ ശരിയാക്കി കൊടുക്കണേ അല്ലാഹ്. കല്യാണം കഴിച്ചുവിട്ട പെൺകുട്ടികളുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. കല്യാണം കഴിച്ച ആൺമക്കളുടെ ജീവിതത്തിലും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ചെല്ലിക്കോള് മുത്തുമിനുള്ള 16ാമത്തെ ദിക്ർ ഞാൻ ചൊല്ലിത്തരം. അല്ലാഹുമ്മ ആവേശത്തിൽ അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത اللهم إني أعوذ بك من الكفر والفقر اللهم إني أعوذ بك من عذاب القبر لا إله إلا أنت. അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. സാഹിര്യങ്ങളുടെ സിഹ്റിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. കണ്ണന്മാരുടെ കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഫത്താനികളുടെ ഫിത്തനെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. എല്ലാവിധ ശർറിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ചെല്ലിക്കോള് മുത്തുമിയുള്ള 17ാമത്തെ ദിക്ർ കണ്ടോ? കടലിലെ തിരമാല കണക്കെയുള്ള ദോഷങ്ങൾ പൊരുത്തപ്പെടുന്ന ദിക്റാ. ചെല്ലിക്കോള് മുത്തുമിയുള്ള മുത്തുനബി തങ്ങൾ എല്ലാ രാത്രിയിലും ചൊല്ലിയതാണ്. ഒരൊറ്റ രാത്രിയിലും മുത്തുനബി തങ്ങളെ ദിക്ർ ഉപേക്ഷിച്ചിട്ടില്ല. ചെല്ലിക്കോള് മുത്തുമിനിങ്ങൾ ഇഖ്ലാസോടെ തഖ്വയോടെ 100 തവണ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി 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 അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു
إليه أستغفر الله وأتوب 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 إليه അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണേ അല്ലാഹ് ആഖിബത്ത് നന്നാക്കണം അല്ലാഹ് ഈമാൻ സലാമത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ മക്കളെ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ് എസ്എൽസി പരീക്ഷ വരാനിരിക്കുകയാണ് അല്ലാഹ് പൊതുപരീക്ഷ വരാനിരിക്കുകയാണ് അല്ലാഹ് മറ്റു പരീക്ഷകളൊക്കെ വരാനിരിക്കുന്നു അല്ലാഹ് എല്ലാ പരീക്ഷകളിലും ഞങ്ങളെ മക്കൾക്ക് ഉന്നത വിജയം നീ കൊടുക്കണേ അല്ലാഹ് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകരിക്കുന്ന നല്ല മക്കളാക്കണേ അല്ലാഹ് ചെല്ലിക്കോള മുത്തുവിനുള്ള 18ാമത്തെ ദിക്റ് കണ്ടോ ഇഖ്ലാസോടെ തഖ്വയോടെ 7 തവണ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണേ അല്ലാഹ് അല്ലാഹു ഞങ്ങളുടെ കൂട്ടത്തിലെ ജയിലിൽ കുടുങ്ങി കഴിയുന്ന സഹോദരന്മാരുടെ ഭാര്യമാര് അവരുടെ മാതാപിതാക്കന്മാരൊക്കെ മജ്ലിസ് കേൾക്കുന്നുണ്ട് അല്ലാഹ് എല്ലാവർക്കും നീ ജയിൽ മോചനം കൊടുക്കണേ അല്ലാഹ് എന്നിട്ട് അവരെ നീ നന്നാക്കണം അല്ലാഹ് അതുപോലെ തന്നെ കേസും കൂട്ടുമായിട്ടൊക്കെ കഴിയുന്നവരുണ്ട് എല്ലാവരുടെയും കേസും കൂട്ടുമൊന്നൊക്കെ അവസാനിപ്പിച്ച് എല്ലാവർക്കും നല്ലൊരു ജീവിതം നീ നൽകണേ അല്ലാഹ് പടച്ച റബ്ബേ അത്തരം ഒരവസ്ഥയത്തോടെ ഞങ്ങളെ ഞങ്ങൾ അകലുകാരും നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ് ചൊല്ലിക്കോള മുത്തുകളുടെ 19ാമത്തെ ദിക്റ് ഞാൻ ചൊല്ലിത്തരം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല ولا قوة إلا بالله
അള്ളാഹു ഇനി സ്വീകരിക്കണം. അല്ലാ ഇനി എന്റെ മുത്തുമുള്ളിയുടെ വരാമത്തെ ദിക്ർ കണ്ടോ, ഇതെങ്ങാനും വൈകുന്നേരം 4 തവണ ചൊല്ലിക്കഴിഞ്ഞ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും അവൻ മോചിതനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കോളും. ഞാൻ ചൊല്ലിത്തരാം. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതക വജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതക വജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. اللهم إني أمسيت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. اللهم إني أمسيت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. അള്ളാഹു ഇനി സ്വീകരിക്കണം. അല്ലാഹ് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണേ. അല്ലാഹ് ഇനി എന്റെ മുത്തുമകൾ 21 മുതൽ 26 വരെയുള്ളത് കണ്ടോ, ഞാൻ ചൊല്ലിത്തരം. അല്ലാഹുമ്മ മാം സാബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹദക ലാ ശരീക ലക ഫലകൽ ഹംദു ولك الشكر أمسينا وأمسى الملك لله رب العالمين. اللهم إني أسألك خير هذه الليلة فتحها ونصرها ونورها وبركتها وهداها وأعوذ بك من شر ما فيها وشر ما بعدها. أمسينا وأمسى الملك لله عز وجل والحمد لله والكبرياء والعظمة لله والخلق والأمر والليل والنهار وما سكن فيهما لله عز وجل. اللهم اجعل أول هذه الليلة صلاحا وأوسطها نجاحا وآخرها فلاحا يا أرحم الراحمين. اللهم إنا نعوذ بك من أن نشرك بك شيئا نعلمه ونستغفرك لما لا نعلم. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين
وقهر الرجال يا حي أبيشة يا حي يا حي يا حي يا قيوم يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. അള്ളാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. ഈമാൻ സലാമത്ത് നൽകണേ അല്ലാഹ്. ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർത്തണേ അല്ലാഹ്. അല്ലാഹുവേ റാഹത്ത് നൽകണേ അല്ലാഹ്. പടച്ചറം ഞങ്ങളുടെ രോഗങ്ങളൊക്കെ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിത്തരണം അല്ലാഹ്. വീട്ടിലൊക്കെ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങൾ ഇവിടത്തിലേക്ക് വരുമ്പോ ഓരോരുത്തരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ നിനക്കറിയുമല്ലോ. ഇന്ന് റജബ് മാസമാണല്ലോ, മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണല്ലോ. പടച്ചറബേ അദ്കാർ ചൊല്ലിയ സദസ്സാണല്ലോ, തൗബയെ കാത്തിരിക്കുന്ന സദസ്സാണല്ലോ, നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള സദസ്സാണല്ലോ, മഹാന്മാരാകുന്ന മലക്കുകളുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള ഉറപ്പുള്ള സദസ്സാണല്ലോ. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആഇ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും രണ്ട് കൈകളിലേക്കൊന്ന് മന്ത്രിച്ചു എന്നിട്ട് തല മുതൽ കാല് വരെ ഒന്ന് തടവി കൊടുത്തേക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്, ഖബൂൽ ചെയ്യണം റബ്ബേ. ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഖൈർ നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാഹ് പറഞ്ഞണേ അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവൂല. ഒരു നന്മ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി എന്ന് കൂട്ടുക. ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞു, അതല്ലെങ്കിൽ ഒരു അൽഹംദുലില്ലാഹ് പറയാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ കഴിഞ്ഞു. അതിനൊരു അൽഹംദുലില്ലാഹ് പറഞ്ഞ രണ്ടാമതൊരു നന്മ ചെയ്യാൻ അല്ലാഹു എക്സ്ട്രാ തൗഫീഖ് ചെയ്യുന്ന. 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞ 2 റക്അത്തും കൂടെ നിസ്കരിക്കാനുള്ള മനസ്സും തൗഫീഖ് അല്ലാഹു നൽകുന്ന. ഒരു സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയെന്ന് കൂട്ടുക. അതിനൊരു അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ എക്സ്ട്രാ സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് പറഞ്ഞേ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് പറയ് അൽഹംദുലില്ലാഹ്. ഇനിയും ധാരാളം അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ തൗബയിലേക്ക് എഴുന്നേൽക്കാൻ പോകാൻ. മുഅ്മിനീങ്ങളെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ വിശുദ്ധമായ പവിത്രതയുള്ള നൂറെ അജ്മീർ എന്ന് പറഞ്ഞാൽ ഒരു പൈസ പരിപാടിയല്ല, ഒരു പിരിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ കമ്മിറ്റിയോട് തന്നെ ഏൽപ്പിക്കുമ്പോൾ തന്നെ പറയും, ഇന്നതിനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അതായത് ഇങ്ങോട്ട് തരി 1000, ഇങ്ങോട്ട് തരി 6666, ഇങ്ങോട്ട് തന്നോടി 10000 ചോദിക്കൂല. അതെന്താ ചോദിക്കാത്തത്? ഈ കൂടിയവരിൽ ഭൂരിഭാഗം ആളുകളും കടവും കള്ളിയുള്ളവരെ എനിക്കറിയും. ഇതിൽ കുറേ ആൾക്കാരെ എനിക്കറിയാം. എൻ്റെ കുടുംബം പോലെ, എൻ്റെ നാട്ടുകാരെ പോലെ ഞാൻ അറിയുന്ന കുറേ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. അല്ലേ? കടം കൊണ്ട് വിഷമിക്കുന്നവരല്ല അധികം പേര്. കടമുള്ളവരെന്ന് കൈവന്നിച്ചേ ഇങ്ങോട്ട് നോക്കിയാണ്ട് തങ്ങളെ. ഇതാണ് അവസ്ഥ. നൂറെ അജ്മീറിന്റെ അവസ്ഥ. പച്ച സാധുക്കൾ. എന്നോട് നാളെ ദിവസം പറഞ്ഞ ഒരാൾ പറഞ്ഞു, സാർ എപ്പോഴും പറയാറില്ലേ എന്ത് പിന്നെ ഒക്കെ കടം കൊണ്ട് വിഷമിക്കുന്നവരാണ്. ഒരു 12 ആൾക്കാരെ ഞങ്ങൾ ഭാഗ്യ മുതലാളിമാരെ കൊണ്ട് നിർത്തിക്കണം. നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞിട്ടൊന്ന് പിരിച്ചു തരണം. ഞാനും വിചാരിച്ചു പഠിച്ചത് ഇപ്പം എന്താകുക, മജ്‌ലിസൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ പിരിവ് നടക്കാറില്ല സാധാരണ, പക്ഷെ ഒരു 12 സഹോദരന്മാരുണ്ട്. അറിയാം, ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തിൽ അവിടെ ബാക്കിൽ എല്ലാ റാഡൊക്കെ കെട്ടി അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ
10-12-14 ആൾക്കാരുണ്ടാവും എന്നൊക്കെ തോന്നുന്നു. മുനവർ തങ്ങളായിരുന്നു ഉദ്ഘാടനം. അങ്ങനെ ഉദ്ഘാടനമായ ഇതൊക്കെ പ്രസംഗമൊക്കെ പിന്നെ അതുക്കാറൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു പതിവില്ലാത്തൊരു സംഗതിൻ്റെ കുറച്ച് പിരിക്കാണ്ട് നോക്കുമ്പോൾ ഒരു മഹ്ലൂക്ക് സ്റ്റേജിലില്ല, ഒക്കെ ബേക്കറിന് അങ്ങനെ അറിയിപ്പോയി. ദ്വാരക്കണൊക്കെ എന്താ കടപ്പുണ്ട്, ഞങ്ങളെ വിഷമിപ്പിക്കല ഒക്കെ ബേജാറിൽ പോവാണ്. പിന്നെ മുമ്പിലുള്ളത് ആരാ? പച്ച സാധുക്കൾ. ഉറപ്പിച്ചു എവിടെയും പിരിക്കൂല, പിരിക്കരുത്, പിരിക്കണ്ടെന്ന് തീരുമാനിച്ചു. ഇങ്ങനെ തന്നെ പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ബലം പോരല്ലോ. എല്ലാവരും കമ്മിറ്റിക്കാരാണോ? അന്ന് കമ്മിറ്റിക്കാർ ആമീൻ കുറച്ച് കുറയും. തങ്ങൾ ഇതുവരെ ആമീൻ പറഞ്ഞിനി, ഇപ്പം തങ്ങൾ ആമീൻ പറഞ്ഞ കേൾക്കണില്ല. ഒരു സദസ് ഇങ്ങനെയും പോട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നിലനിർത്തി തരട്ടെ. എന്നാലോ നമ്മുടെ പഴയ കാലത്ത് ഇങ്ങോട്ട് തരി 10,000, ഇങ്ങോട്ട് തരി 6,000 എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളെ പള്ളി മദ്രസക്കുണ്ട്. അത് വേറെ കഥ. വഅദ് പറയണം, മൗലവിമാര് വഅദ് പറഞ്ഞ് ചങ്ക് കീറി ഇങ്ങോട്ട് തന്നോടി ഇങ്ങോട്ട് പറഞ്ഞ് ചുറ്റടക്കം അയച്ച മൗലവിമാരുണ്ടായിരുന്നു അല്ലേ? വഅദിങ്ങനെ കേട്ട് പെണ്ണുങ്ങൾ ചുറ്റു മുറിച്ചണ്ട് കൊടുത്ത സഹോദരിമാരുണ്ട്. പറിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് കാതടക്കം ഇങ്ങനെ പറിച്ചെടുത്ത് കൊടുത്ത സഹോദരിമാരുണ്ടായിരുന്നു. അതുകൊണ്ടാ ഇവിടെ മദ്രസും പള്ളിയൊക്കെ ഇപ്പം ഇങ്ങനെ തലകീർന്ന് നിൽക്കുന്നത്. അതുകൊണ്ടും നമ്മുടെ പ്രവാസികളുടെ വിയർപ്പ് തുള്ളിയുമാണ് നമ്മുടെ നാട്ടിലുള്ള മദ്രസവും പള്ളിയൊക്കെ. നമ്മുടെ നാട്ടിലുള്ള കാരണവന്മാരുടെയും സഹോദരിമാരുടെയും അകമഴിഞ്ഞ സഹായവും പ്രവാസികളുടെ വറ്റാത്ത സഹായവും, ഈ രണ്ട് സഹായം കൊണ്ടാണ് നമ്മൾ പള്ളി മദ്രസയൊക്കെ ഉണ്ടായത്. ഒക്കെ നല്ല കാര്യവുമാണ്. പക്ഷെ ഇതിൽ അത് പറ്റാത്തത് കൊണ്ടാണ്, അള്ളാഹു ഇങ്ങനെ തന്നെ അള്ളാഹു നിലനിർത്തി തരട്ടെ. പിന്നെ രണ്ടാമത് ലിസ്റ്റുകളൊന്നും വായിക്കാറില്ല. എന്താ വായിക്കാത്തത്? വായിക്കാണെങ്കിൽ മുഴുവനും വായിക്കണം. ചില ആളുകൾ പറയും പ്രധാനപ്പെട്ട ലിസ്റ്റായിട്ട് വായിച്ചാൽ ഉസ്താദേ. അങ്ങനെ ഉണ്ടോ? പ്രധാനപ്പെട്ട ലിസ്റ്റും പ്രധാനപ്പെടാത്ത ലിസ്റ്റും ഉണ്ടോ? നിങ്ങൾ പറഞ്ഞതാണ് ഇന്റെ കാലിന് മുള്ളു തറച്ച എനിക്ക് പ്രധാനപ്പെട്ടതാ. അപ്പൊ നമുക്ക് ഇങ്ങനെ ദ്വാരക്കാം. തങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ലിസ്റ്റിലുള്ളതും, ഇവിടത്തെ കമ്മിറ്റിക്കാരെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ലിസ്റ്റിലുള്ളതും, ഇവിടത്തെ വളണ്ടിയർമാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ലിസ്റ്റിലുള്ളതും എല്ലാം ഇപ്പൊ പഠിച്ചോനറിയാലോ. ഇതൊക്കെ ഇപ്പൊ പഠിച്ചോനോട് വായിച്ചറിയിപ്പിച്ച്, പഠിച്ചോനെ വായിക്കാനൊന്നും അറിയാതെ നമ്മളിങ്ങനെ വായിച്ചിങ്ങനെ കൊടുത്തിട്ട് വേണം പഠിച്ചോ. അതൊന്നുമില്ലല്ലോ. ഒക്കെ പഠിച്ചോനറിയോ. നമ്മളൊന്ന് ആത്മാർത്ഥ ആമീൻ പറഞ്ഞാൽ മതി. ആമീൻ പറയും. പഠിച്ചോനെ ഇവിടെ ഏതൊക്കെ പേപ്പർ, വെള്ള പേപ്പറിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ മഷീൽ, കറുത്ത മഷീലും നീല മഷീലും ഏതൊക്കെ മഷീൽ എഴുതിയോ, ഏതൊക്കെ ഭാഷയിൽ എഴുതിയോ എനക്കറിയാലോ. പഠിച്ചോനെ എല്ലാവരുടെ വിഷമങ്ങളും നീക്കി എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണം അല്ലാ. എല്ലാവർക്കും നീ ഖൈറ് നൽകണം അല്ലാ. മൂന്നാമത്തെ കാര്യം, 1,00,000 രൂപ തന്നോന് തോന ദുആ, ഒരു 10 സ്വലാത്തൊക്കെ ചൊല്ലിയിട്ടുള്ള ദുആ, 50,000 തന്ന അങ്ങനെയില്ല. ഒക്കെ ഒരു ദുആ. തന്നോനിക്കൊരു ദുആ, തരാത്തതിനൊരു ദുആ. ഇങ്ങനെയാണ് മൊയ്ലാർ അടുത്തെല്ലാം കൊണ്ടുവരില്ലട്ടാ. ആയിക്കോട്ടെ. അപ്പൊ ഇത് തന്നെ നിയമമാണ്. ഇതൊക്കെ സമന്മാരാണ്. നമ്മളെല്ലാവരും സമന്മാരാണ്. അവിടെ സമല്ലാത്ത തങ്ങളാ മാത്രം അവിടെ വലിയ ആള്. നമ്മളൊക്കെ താഴെയുള്ളവരാണ്. അഹ്ലു ബൈത്ത് വലിയ സ്ഥാനമുള്ളവരാണ്. അപ്പൊ നമ്മൾ ബഹുമാനിച്ചേ മതിയോ. കാരണം അവരുടെ രക്തത്തിലൂടെ ഓടുന്നത് മുത്തുനബി തങ്ങളുടെ രക്തമാണ്. സ്നേഹിച്ചു വന്നാൽ നബിയെയും കുടുംബങ്ങളെ സൂക്ഷിക്കുമേഴു സ്ഥലങ്ങളിൽ ദുരിതങ്ങളെ, മൗത്തും ഖബർ നശ്റും കിതാബും പിന്നെ മീസാൻ ഹിസാബ് സിറാത്ത് തേഴും തന്നെ. 7 സ്ഥലങ്ങളിൽ വല ബഹുമാനിച്ചാൽ 7 സ്ഥലങ്ങളിൽ പഠിച്ചു നമ്മളെ രക്ഷപ്പെടുത്തുന്ന താഴ്വസ്ഥാന്റെ വരിയിൽ ഒന്ന് മരണം, ഖബർ, ഹിസാബ്, മീസാൻ, സിറാത്ത്, ഈ ഭാഗങ്ങളിലൊക്കെ പഠിച്ചവന്റെ സഹായം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലു ബൈത്തിനെ പ്രണയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഹ്ലു ബൈത്തിനെ ചീത്ത പറയാൻ പാടില്ല. അതേത് വിഭാഗത്തിൽപ്പെട്ട തങ്ങളാണെങ്കിലും. തങ്ങളാണോ മിണ്ടാൻ പോകണ്ട. ആഖിബത്ത് കേടരുത്. ആഖിബത്ത് കേടരുത്. ഏത് സംഘടന, ഏത് രാഷ്ട്രീയത്തിലും, ഏത് സംഘടനയിലും, ഏത് വിഭാഗത്തിലും പെട്ട ഒരു തങ്ങളെയും അഹ്ലു ബൈത്തിനെ ചീത്ത പറയാനോ വെറുപ്പിക്കാനോ അവരെ വെറുക്കാനോ പാടില്ല.
ആർക്കെങ്കിലും വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അത് ഈമാനിന്റെ കുറവാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നബിന്റെ കുട്ടികളാണോ മുണ്ടാൻ പോണ്ട, ഓലെ കൈ പിടിക്കുക, മുട്ടുക, ഓലെ ഇഷ്ടം വെക്കുക, ഓലെ സ്നേഹിക്കുക. മനസ്സിലായിട്ടില്ല. അതിലിപ്പോ ഒന്നും ഒരാൾക്ക് ഒരു രൂപ കൊടുക്കും വേണ്ടല്ലോ. ഇനിയിപ്പോ ഒരാഹുൽ ബൈത്തിനായിട്ട് സ്നേഹിച്ചു എന്ന് കരുതി നമ്മൾ ഈശത്തെ പൈസ പോകും. ഈശ പൈസ ഒന്നും പോലല്ലോ, ഒരു നഷ്ടമില്ലല്ലോ. എന്നാൽ ലാഭം മാത്രമേ ഉള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളൊക്കെ സാമാന്യന്മാരാണ്. ഇന്നെന്തിനാ മൊയിലാർ സ്റ്റേജുമ്മ കുത്തിയത്? ഞാൻ സ്റ്റേജുമ്മ ഇരിക്കാതെ ഞാൻ അവിടെ ഇരിക്കാനും പാടില്ല, ഓപ്പറേറ്റർ ഇവിടെ കയറി കുത്തിയിരിക്കാനും പാടില്ല. ഞങ്ങൾ ഓപ്പറേറ്റർ സദസ്സാറിന് അതിൻ്റെ ആളെ സീറ്റ്, എൻ്റെ സീറ്റ് ഇവിടെ, അതുകൊണ്ടാണ്. അല്ല വലിയ ആളായതുകൊണ്ടല്ല. അവൻ പഠിച്ചോൻ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ പറയും. പഠിച്ചോൻ ഇനി സ്വീകരിക്കണം അല്ലാഹ്. രണ്ട് കാര്യം ചെയ്യും. ഏതൊക്കെയാണ് രണ്ട് കാര്യം? ഒന്ന് ബക്കറ്റ്, അത് ബുദ്ധിമുട്ടില്ലല്ലോ, ഉള്ളതിൽ ഒരു കൊടുത്ത ഒരു മനുഷ്യനെടുത്തില്ല എന്ന് കൂട്ടുക. ഓൻ കയ്യോണ്ട് ഇങ്ങനെ ആക്കിയാലും കൂലിയിട്ടുമല്ലോ. കയ്യോണ്ട് ഇങ്ങനെ ആക്കാന്ന് പറഞ്ഞാൽ ബക്കറ്റിനെടുത്ത് ഇങ്ങോട്ട് വെക്കാന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ഞാൻ ഇങ്ങനെ കരുതരുത്. ഒന്നുമില്ലാത്തവൻ ഇങ്ങനെ ആക്കിയാലും കൂലിയിട്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനല്ല വബീവുന ആവുന ആശ്രയില്ല, ഞാൻ ഇങ്ങോട്ടല്ല ആക്കിയത്, ഇങ്ങോട്ടാക്കിയത്. മനസ്സിലായി? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ പറയും. പടച്ചോനെ കബൂൽ ചെയ്യണം. ഒരു ബക്കറ്റ് പിരിവ് നമ്മൾ നടത്താറുണ്ട്. അതെന്തിനാണ്? അത് നല്ലതാണ്. ദ്വാരക്കുന്നതിന് മുമ്പ് ഒരു സ്വതക്ക ചെയ്ത് ദ്വാരക്ക. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ നമ്മളെ പഴയ കാല മൂല്യന്മാരുണ്ടാക്കി തീർത്ത ഒരു സംഭവമാണല്ലത്, അല്ലേ? ആദ്യം പരസ്യമായി സ്വതക്കയിപ്പിക്കും. ഇങ്ങോട്ട് തന്നാണ്, ഇങ്ങോട്ട് 1000 10,000 ആരാ തരാ, ഇങ്ങോട്ട് തരി, ആരാ അയാൾ തരാ, അങ്ങനെ ചോദിക്കും പരസ്യം. അത് മുത്തുനബിന്റെ ചര്യയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു, പരസ്യമായി സ്വതക്കയിപ്പിച്ചിരുന്നു. അതിനുശേഷം മുത്തുനബി തങ്ങൾ രഹസ്യമായും സദഖ ചെയ്യാൻ പറഞ്ഞു. പരസ്യമായി ചെയ്യുന്ന സദഖയേക്കാൾ ശ്രേഷ്ഠതയാണ് ഏതിനിക്ക്? രഹസ്യമായി ചെയ്യുന്ന സദഖക്ക്. അപ്പൊ രഹസ്യമായി ചെയ്യുന്ന സദഖകളുടെ എണ്ണം ധാരാളമാണ്, ഓരോന്നോരോന്നുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു രഹസ്യ സദഖയാണേത്? ബക്കറ്റ് പിരിവ്. പകലിലെ സുന്നത്ത് നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠതയുണ്ട് രാത്രിയിലുള്ള സുന്നത്ത് നിസ്കാരത്തിന്. അതുപോലെ ഒരു രഹസ്യമായ സദഖയാണ്. ഞാൻ ഇതിലേക്ക് എത്ര ഇടണ എന്നുള്ളത് എനിക്കും നിന്റെ റബ്ബിലാണ്. അതാണ് രഹസ്യമായ സദഖ. അത് പരസ്യമായിട്ട് സദഖയിനേക്കാളും കൂലി. 1000 രൂപ പരസ്യമായിട്ട് ഞാൻ തരാം 1000 രൂപ എന്ന് പറയുന്നത് ഞാൻ കൊടുക്കണം, എല്ലാവരും അറിയണം എന്ന് വിചാരിച്ചിട്ട് അതിനാണ് പരസ്യം. അല്ലാതെ സരസ് എണീച്ചിട്ട് 1000 രൂപ തരാന്ന് പറഞ്ഞതല്ല, അഹങ്കാരമൊന്നല്ല. ഞാൻ കൊടുക്കുന്നത് മറ്റുള്ളവർ അറിയണമെന്ന് കരുതിയിട്ട് 1000 രൂപ എന്ന് പറയണേക്കാട്ടും നല്ലത് ഞാൻ കൊടുക്കണു ആരും അറിയണ്ടെന്ന് വിചാരിച്ച് 10 രൂപ തീ കിട്ടാകും. 10 രൂപക്കാണ് 1000-നേക്കാൾ വലിയ സ്ഥാനം. ഇട്ടോളിതിൽ പഠിച്ച അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിനെ സ്വീകരിക്കണം റബ്ബേ. എല്ലാവരും അതിൽ കണ്ടിട്ടാണ് ഇടുമ്പോ ഒച്ച ഉണ്ടാക്കുന്നവരല്ല, അടുത്തുള്ള ഉറങ്ങാണേ ഓരോ ഉറക്കം പിത്തന ഒച്ച ഇട്ടാ മതി. പഠിച്ച അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറയേ. നാൽക്കവലയിൽ അബ്ദുള്ള മുസ്ലിയാർ പഠിച്ചോനെ അവരുടെ അസുഖം നീ ഷിഫയാക്കി കൊടുക്കണം അല്ലാഹ്, ഷിഫയാക്കി കൊടുക്കണം റബ്ബേ. വേഗം പിരിച്ചാണി, വേഗം എല്ലാവരുടെ അരികിലേക്കും സദഖത്ത് എല്ലാവരുടെ അരികിലേക്കും ബക്കറ്റ് എത്തിച്ചാണി. പഠിച്ചോനെ നീ കബൂൽ ചെയ്യണം റബ്ബേ. അപ്പം എൻ്റെ മുത്തുമിനിങ്ങളെ എല്ലാവരും നല്ലോണം കൊടുത്തോളി. മോനെ ഒരു തെങ്ങുമേലെ 2 ആൾക്കാരിൽ അങ്ങനെ പോയി. ഞാൻ ലാസ്റ്റ് പറയാം. ഇതെന്താ അറിയോ? അത് ഒരാൾ പിന്നെ അടുത്ത ആൾ വരും. അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അല്ലേ? അങ്ങനെയല്ല ഉണ്ടാകുക. അപ്പം സമയമൊക്കെ ഇങ്ങനെ ഡിസോർഡർ ആവും. അള്ളാഹു ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ പക്ഷെ ബർക്കത്ത് കൊടുക്കട്ടെ. ഞാൻ ആ ചെറുപ്പക്കാരന്റെ സംസാരം കേട്ടാ പിന്നെ അടുത്ത ആൾ കേട്ടിട്ടില്ലെങ്കിൽ പഠിച്ചോനൊരു പ്രയാസം ഉണ്ടാവില്ല, നീതി വളർത്തി. എല്ലാവരും ലോശം മുതലാക്കാം. പഠിച്ചോനെ ബർക്കത്ത് നൽകണം റബ്ബേ. ആമീൻ പറഞ്ഞേ. പഠിച്ചോനെ തങ്ങളെ ഒരു 2 ബക്കറ്റ് പോരല്ലോ തങ്ങളെ, ഒരു 4-5 ആൾക്കാർ ഒരുമിച്ചോട് വേഗം കഴിച്ചാണേ. ഇല്ലെങ്കിൽ ആ സമയമൊക്കെ വെറുതെ. കാരണം സമയം വെറുതെ ആണെന്ന് ശരിയല്ല. വേഗം പിരിയണം. നമുക്ക് ബക്കറ്റ് വേഗം കൊണ്ടുപോയണം.
ഒരു 4 ബക്കറ്റ് എടുത്തോളി. അല്ലാഹുവിനെ സ്വീകരിക്കണം റബ്ബേ. വേഗം 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 പോയാണേ. ഒരു 4 ബക്കറ്റ്. അതെ, അങ്ങനെ തന്നെ ചെയ്യും. അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് സഹകരിച്ചു കൊടുത്താളി. പടച്ചോനെ നീ ബറക്കത്ത് ചെയ്യണം റബ്ബേ, നീ സ്വീകരിക്കണം അല്ലാ. സഹോദരിമാരുടെ ഭാഗത്തും ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും അകമഴിഞ്ഞ് അതിനെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്. കൂട്ടത്തിൽ അവസാനം നമുക്ക് പോകുമ്പോൾ ഭക്ഷണം തരും. ഭക്ഷണം ഇപ്പം കൊടുക്കണ്ടെന്ന് പറയാൻ കാരണം, ഭക്ഷണം ഇപ്പം തന്ന ഒന്നിരിക്കൽ ഭക്ഷണത്തിനെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ ദ്വാന ബഹുമാനിക്കുമ്പോൾ ഭക്ഷണത്തിന് നമ്മൾ ബഹുമാനം കുറയും. ഭക്ഷണത്തിന് ബഹുമാനിക്കുമ്പോൾ ദ്വാനുള്ളൂ. രണ്ടും കൂടെ കിട്ടാൻ വേണ്ടി ദുആ കഴിഞ്ഞതിന് ശേഷം അത് പിരിഞ്ഞു പോകുമ്പോൾ ഭക്ഷണം കഴിക്കാം. മുത്തുമുഅ്മിനീങ്ങളെ, ആ ബക്കറ്റ് പിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു കാര്യം പറയാം. ഇപ്പം നമ്മൾ ചൊല്ലിയ പവിത്രതയുള്ള ദിക്റുകളാണ് അദ്കാറുൽ മസാ. ഇത് പ്രഭാതത്തിൽ ചൊല്ലുന്ന ദിക്റുകളാണ് അദ്കാറുസ് സബാഹ്. പ്രഭാതത്തിൽ ചൊല്ലും അദ്കാറുസ് സബാഹ്. സുബഹ നിസ്കാരത്തിന് ശേഷം ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും വലിയ മഹത്വമുള്ളതും വലിയ ശ്രദ്ധതയുള്ളത്, വലിയ മഹത്വമുള്ള സ്വലാത്ത്. اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء. വലിയ മഹത്വമുള്ള സ്വലാത്താണത്. اللهم صل على سيدنا محمد. എന്തെങ്ങനെ കൂക്കണ നിങ്ങൾ ഏലസന്ത കെട്ടണ സെറ്റിന് ഒരു കൂക്കലുണ്ട്. اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء. ഭയങ്കര സ്വലാത്ത്. ഇതെങ്ങാനും പ്രഭാത സമയത്തിൽ 33 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء. പ്രഭാതത്തിൽ 33 തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ മരിച്ച് അവന്റെ ജനാസ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചോടെ മുതൽ ഖിയാമത്ത് നാൾ വരെ അവന്റെ ഖബറിൽ നിന്ന് റൗളയിലേക്ക് ഒരു കവാടം തുറന്നു വെച്ചു കൊടുക്കുമെന്നാണ്. റൗളയിലേക്ക് മുത്തുനബി തങ്ങളുടെ റൗള ശരീഫ് ഉണ്ടല്ലോ, അവിടത്തിലേക്ക് ഒരു കവാടം തുറന്നു വെച്ചു കൊടുക്കുമെന്നാണ്. اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء. എന്തൊരു മഹത്വമുള്ള സ്വലാത്താണെന്നറിയാം. വലിയ ശ്രദ്ധയാണ്. സുബഹ നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ ചൊല്ലുന്നെ. നമ്മുടെ അദ്കാറുസ് സബാഹ് നൂറെ ജമീറിലൂടെ ആ സ്വലാത്ത് ചൊല്ലാറുണ്ട് 33 തവണ. ഇല്ലേ? എപ്പോഴാണത്? ഷഫീയിലെ രണ്ടാമത്തെ സ്വലാത്താണ്. اللهم صل على سيدنا محمد قد لاقت حيلتي أدركني يا رسول الله. قد لاقت حيلتي أدركني يا رسول الله. എത്ര മനോഹരമായ സ്വലാത്താണ് ഇതെങ്ങാനും 7 തവണ പ്രഭാതത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ടെൻഷനുകൾ ഉണ്ടാകില്ല. ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ശാരീരികമായ വിഷമങ്ങൾ ഉണ്ടാകില്ല, മാനസികമായ വിഷമങ്ങൾ ഉണ്ടാകില്ല, സാമ്പത്തികമായുള്ള പ്രയാസങ്ങളില്ല, കുടുംബ ജീവിതത്തിലും വിഷമങ്ങൾ ഇല്ല. ഭാര്യ ഭർത്താവിനോട് എതിർക്കൂല, ഭർത്താവ് ഭാര്യയോടും എതിർക്കുകയില്ല, മക്കൾ മാതാപിതാക്കന്മാരോട് എതിർപ്പ് കാണിക്കൂല, മാതാപിതാക്കന്മാർ മക്കളോടും എതിർപ്പ് കാണിക്കൂല. ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ചൊല്ലിയൊക്കെ എപ്പോഴും ചിരിച്ചുങ്ങൾ നടക്കും. اللهم صل على سيدنا محمد قد لاقت حيلتي أدركني يا رسول الله. അങ്ങനെ എന്തൊക്കെ മനോഹരമായിട്ടുള്ള സ്വലാത്തുകൾ അറിയാം. മനോഹരമായുള്ള ദിക്റുകളുണ്ട്, വളരെ ശ്രേഷ്ഠതയുള്ള അദ്കാറുകൾ. സുബ്ഹാനക വബിഹംദിക അലാ അഫ്വിക ബഅദ ഖുദ്റതിക. സുബ്ഹാനക വബിഹംദിക അലാ ഹിൽമിക ബഅദ ഇൽമിക. തേനും കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ? തേനും കൊടുത്തോളി റഹ്മാനി, തേനും കൊടുത്തോളി. 100 പേര് കുപ്പി തേൻ. എവിടെ തേനെവിടെ? ഒരു തേനെടുത്താണ്. മുത്തൂമിനിങ്ങളതൊക്കെ വാങ്ങിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ മുത്തൂമിനിങ്ങളതൊക്കെ വാങ്ങിക്കോളി. കാരണം എന്ന് പറഞ്ഞാലേ ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ മദർസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ 2 കാര്യം ഞാൻ ചെയ്യലുള്ളൂ. 100 രൂപ. എന്തിനാ 100 രൂപ പറയണേ? എല്ലാവർക്കും വാങ്ങാൻ.
ചിലർ ആഴ്ചയിൽ ഒരു ജോലിയുള്ളവരൊക്കെ ഉണ്ടാവും, ആഴ്ചയിൽ ഒരു പണി. ഐറ്റിയൊക്കെ ഒരു 800 പെട്ടിയാൽ ഐറ്റികൾ ഇവിടെ 313 ഇവിടെ കൊടുത്താൽ ബാക്കി എത്ര ഐറ്റങ്ങൾ കയ്യിലുണ്ടാകുക? നേരെ മറിച്ച് അവർക്കും ആഗ്രഹം ഉണ്ടാവില്ല ഒരു മജ്ലിസിൽ നിന്ന് ഒരു കുപ്പി തേൻ വാങ്ങിക്കൊണ്ടിട്ട് മക്ക കൊടുക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ. തങ്ങളെ നിങ്ങളെ കൈ കൊണ്ട് ഉദ്ഘാടനം ചെയ്താൽ ബിസ്മില്ലാ, തങ്ങളെ കൈ കൊണ്ട് ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി എല്ലാവരും വാങ്ങിക്കളി, നിങ്ങളെടുത്തേക്ക് വരും, അവിടെ വാങ്ങിക്കൊള്ളണം. അല്ലാഹുവേ നീ സ്വീകരിക്കണം റബ്ബേ. ആമീൻ പറയ്. എല്ലാവരും ഒരു കുപ്പി തേൻ വാങ്ങിക്കൊള്ളും. ആ തേനും കൂടെ വേഗം വേഗം കൊടുക്കൂട്ടോ, വേഗം കൊടുക്കും. ആ തേനും കൊടുത്ത് കഴിയണേൻ്റെ തേൻ കൊടുത്ത് കഴിയണ മുമ്പായിട്ട് നമുക്ക് നിർത്താം. തേൻ കൊടുത്തു കഴിഞ്ഞാൽ എന്നോട് പറയണേ സുബ്ഹാനക വബിഹംദിക അലാ ചൊല്ലിയാണേ സുബ്ഹാനക വബിഹംദിക അലാ അഫ്വിക ബഅദ ഖുദ്റതിക. രണ്ടാമത്തേത് സുബ്ഹാനക വബിഹംദിക അലാ ഹിൽമിക ബഅദ ഇൽമിക. ഈ രണ്ട് ദിക്റുകളും വലിയ സ്ഥാനാണ്. ഈ രണ്ട് ദിക്റുകൾ ഒരു മനുഷ്യൻ എവിടെ വെച്ചുകൊണ്ട് ചൊല്ലിയാലും അവിടത്തിലേക്ക് റഹ്മത്തിന്റെ മലാക്കന്മാർ ഇറങ്ങി വരുന്നതാണ്. അവിടെ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയുകയും ചെയ്യുന്നതാണ്. ഒറ്റക്കൊരു വഴിക്കൂടെ അങ്ങ് നടന്നു പോവുകയാണ്, പേടിയുണ്ട്, രാത്രിയാണ്. ചൊല്ലിക്കൊള്ളേണ്ടി സുബ്ഹാനക വബിഹംദിക അലാ അഫ്വിക ബഅദ ഖുദ്റതിക സുബ്ഹാനക വബിഹംദിക അലാ ഹിൽമിക ബഅദ ഇൽമിക. മലക്കുകൾ ഇങ്ങനെ ഓടി ഇറങ്ങി വരും ഈ ദിക്ർ കേൾക്കുന്ന സ്ഥലത്തിലേക്ക്. ഈ ദിക്ർ ചൊല്ലുന്നവന്റെ ചുറ്റുഭാഗത്തും മലാക്കന്മാരിങ്ങനെ വട്ടമിട്ട് നിൽക്കും. എന്നിട്ട് അവർക്ക് വേണ്ടി റഹ്മത്തിന് ചോദിക്കുകയും ചെയ്യുന്നതാണ്. അത് ഈ ദിക്റിന്റെ പവറാണ്. എന്തുകൊണ്ടാണ് ഇതിന്റെ പവർ ഇങ്ങനെ വരാനുണ്ടായ കാരണം എന്തെന്നറിയോ? ഈ ദിക്റുകൾ ആദ്യമായി ചൊല്ലിയത് അർശിന്റെ തായ്ഭാഗത്തിൽ വെച്ചുകൊണ്ടാണ്. ആദ്യമായി ഈ രണ്ട് ദിക്ർ ചൊല്ലിയത് എവിടെ വെച്ചുകൊണ്ടാണ്? അർശിന്റെ തായ്ഭാഗത്തിൽ വെച്ചുകൊണ്ടാണ്. ആരാണ് ഇത് ആദ്യമായി ചൊല്ലിയത്? അർശിനെ ചുമന്നുകൊണ്ടിരിക്കുന്ന 8 വിഭാഗം മാലാക്കന്മാർ. അർശിനെ ചുമക്കുന്നത് 8 വിഭാഗം മലക്കുകളാണ്. അതിൽ 4 വിഭാഗം മാലാക്കന്മാർ ചൊല്ലി സുബ്ഹാനക വബിഹംദിക അലാ അഫ്വിക ബഅദ ഖുദ്റതിക. ഇത് കേട്ടപ്പോൾ മറ്റേ വിഭാഗം ചൊല്ലി സുബ്ഹാനക വബിഹംദിക അലാ ഹിൽമിക ബഅദ ഇൽമിക. എന്തിനാ അവർ ചൊല്ലിയത്? അർശെന്ന സിംഹാസനം അവരുടെ ചുമലിലേക്ക് വന്നപ്പോ ഭാരം സഹിക്കാൻ കഴിഞ്ഞില്ല, ഭാരം അവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ആ സമയത്തിൽ ഭാരം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചൊല്ലിയതാണ് അവര്. ഭാരം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചൊല്ലിയതാണ്. അങ്ങനെയുണ്ടല്ലോ, ഭാരം അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ചൊല്ലാറില്ലേ? ഇല്ലേ? ഇതൊരു കനുള്ള സാധനം, ഇതൊരു കനുള്ള സാധനം. ഈ കനമുള്ള സാധനത്തിനെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുമ്പോ നമ്മളൊരു ദിക്റല്ലൂലേ? എന്ത്? അതൊക്കെ നടക്കട്ടെ, വേറെ ചെല്ല അല്ലാഹ് ചെല്ല, മാഷാ അല്ലാഹ്. പിന്നെ വേറെ ഒന്ന് ചെല്ലണ്ട, അല്ല കനള്ള മരം. എന്തിനാ ഭാരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ? ഞാൻ അത് ആ ഉദാഹരണം ശരിയല്ലേ? നല്ല കമ്പിളി പുതപ്പ് വെള്ളത്തിലിട്ടിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ കല്ലുമ്മക്ക് ഇട്ടിട്ട് അങ്ങനെ തല്ലുമ്പോ ഒരു ദിക്ർ. എന്ത്? അതും അറിയില്ലേ? തിരുമ്പുണടുത്തൊന്നും പോയി നോക്കല്ലേ? അവനാരെ അതാണ് ഒരു നല്ല കമ്പിളി പുതപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ ഇങ്ങനെ മുക്കി തിരുമ്പാങ്കല്ലിന്റെ മുകളിലിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ അടിക്കുമ്പോ ഒരു തിക്കറില്ലല്ലോ. എന്തല്ലേ? എന്തിനാ നെല്ലണേ? ഒരു ഭാരം ഒന്ന് റാഹത്താവല്ലേ? നെല്ലാലേ അയക്കുള്ളൂ. അതുപോലെ ഈ മാലാക്കന്മാര് ദിക്ർ ചൊല്ലിയതാണ്. പക്ഷെ ആ ദിക്ർ കേട്ടപ്പോ മുഴുവൻ മലക്കുകളും അവിടത്തിലേക്ക് ഓടിയിറങ്ങി. എല്ലാവരും സംഗമിച്ചു. എന്നിട്ട് അർശിന്റെ തായ്ഭാഗത്തിൽ വെച്ചുകൊണ്ട് അവരെല്ലാവരും ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം.
വല്ലദീന ഒരു വിഭാഗം മാലാക്കന്മാർ യഹ്മിലൂനൽ അർശ അവർ അർശിനെ ചുമന്നുകൊണ്ടേയിരിക്കുകയാണ്. അന്നും ചുമക്കാണ്, ഇന്നും ചുമക്കാണ്, ഇപ്പോഴും ഉണ്ട്, നാളെ ഉണ്ടാവും, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. വല്ലദീന യഹ്മിലൂനൽ അർശ അവർ അർശിനെ ചുമന്നുകൊണ്ടേയിരിക്കുകയാണ്. വമൻ ഹൗലഹു അവരുടെ അർശിന്റെ ചുറ്റുഭാഗത്തിലുമുള്ള മുഴുവൻ മാലാക്കന്മാരും യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം അവർക്കുള്ള റബ്ബിനെ അവർ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്, തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ തസ്ബീഹ് ഇതാണ്: സുബ്ഹാനക വബിഹംദിക അലാ അഫ്വിക ബഅദ ഖുദ്റതിക സുബ്ഹാനക വബിഹംദിക അലാ ഹിൽമിക ബഅദ ഇൽമിക. വീട്ടിലെല്ലാം പറ്റിയതാ, വളരെ നിസ്സാരമായിട്ട് വേം പഠിയും, നല്ല വലിയ മഹത്വമാണ്. അങ്ങനെ എന്തൊക്കെ മനോഹരമായ ദിക്റുകൾ എന്നറിയാം. അതുപോലെ തന്നെ ശരീരത്തിന് ഒരു ആഫിയത്ത് ലഭിക്കാനാണ് അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. എത്ര മനോഹരമാണ്. എല്ലാ ദിവസവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയതാണ്. ഹബീബാൻ നബി തങ്ങൾ ഈ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. ശരീരത്തിന് ആഫിയത്ത് നൽകണേ അല്ലാഹ്, കണ്ണിന് കാഴ്ച ശക്തി നൽകണം അല്ലാഹ്, കേൾവി ശക്തി നിലനിർത്തണം അല്ലാഹ്. അതൊക്കെ ഇല്ലാതാക്കണം. വിവരടറി ഉണ്ടാവാൻ എന്തൊക്കെ പഠിച്ചുകൊണ്ട് ദ്വാരക്കണം. ആഫിയത്തിനെ ചോദിക്കണം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഫിയത്ത് വേണം, ആരോഗ്യം വേണം. പടച്ചോൻ അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകട്ടെ. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്റെങ്ങാനും പ്രഭാതത്തിൽ എഴുന്നേറ്റ് 10 തവണ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ദിവസവും അദ്കാർ സബയിലൂടെ ചെല്ലാറില്ലേ? അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ 10 ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. പോരാ, 10 നന്മകൾ അല്ലാഹുവിന്റെ ഇടയിലേക്ക് എഴുതി വെച്ചു കൊടുക്കും. പോരാ, 10 പദവികൾ അല്ലാഹു ഉയർത്തുകയും ചെയ്യും. പോരാ, 4 അടിമകളെ മോചിപ്പിച്ച തവാബും അല്ലാഹു കൊടുക്കുമെന്ന് റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. തേൻ കൊടുത്തു കഴിഞ്ഞോ വാവേ? തേൻ കൊടുത്തു കഴിഞ്ഞോ മുത്തൂമിനെ? കൊടുത്തു കഴിഞ്ഞോ? തേങ്ങ കൊടുത്തു കഴിഞ്ഞില്ലേ? തേൻ കൊടുത്തു കഴിഞ്ഞോ? റഹ്മാനിക്കട കഴിഞ്ഞോ? എല്ലാവരും ആ മുത്തൂമിന് നിങ്ങളെ തേൻ വാങ്ങി ഇങ്ങോട്ട് മാത്രം നോക്കിയാൽ പോരാ, വഴുത് കേട്ടാൽ മാത്രം പോരാ, ആ തേൻ കൂടെ വാങ്ങി. തേന് വാങ്ങണതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പറയാന്നാണ്, അല്ലാതെ വേഗം ദ്വാരക്കാൻ എഴുന്നേൽക്കാൻ എനിക്ക് പൂതി. പക്ഷെ ആ തേൻ കൂടെ വാങ്ങിയിട്ട് കടാവും. എല്ലാവരും വാങ്ങിക്കണം. മുത്തൂമിന് നിങ്ങൾ വാങ്ങിക്കല്ലോ. വെള്ളിയാഴ്ചരാവല്ലേ, ഇനി ഇങ്ങനെ കിട്ടൂലല്ലോ. ഒന്ന് റജബിലെ 3-ാമത്തെ വെള്ളിയാഴ്ചരാവല്ലേ, വാക്കുത്തരം കിട്ടുന്ന രാവല്ലേ. എല്ലാവരും വാങ്ങിക്കണേ, വാങ്ങാതിരിക്കരുത്. എല്ലായിടത്തും കൊടുത്താ മോനെ, എല്ലാവരുടെ അടുത്തേക്കും പഠിച്ചവനെ സ്വീകരിക്കണം റബ്ബേ. അത് കൊണ്ടുപോയി കഴിക്കുന്നവരുടെ ജീവിതത്തിലൊക്കെ നീ ബറക്കത്ത് കൊടുക്കണം റബ്ബേ, റാഹത്ത് നൽകണം അല്ലാഹ്. പഠിച്ചവനെ സന്തോഷം കൊടുക്കണം റബ്ബേ. കൊടുക്കട്ടെ, സമയം വെക്കാൻ ഞാൻ പറ്റൂല. 10:10 10:05 ഞാൻ അവസാനിപ്പിക്കും. 10:15 അവസാനിപ്പിക്കും. 5 മിനിറ്റ് കൂടി ഉണ്ട് മക്കളെ. ആ 5 മിനിറ്റ് കൊണ്ട് നിങ്ങളെ ഈ ശക്തി നിങ്ങൾ തെളിയിച്ചു തരണം. എന്താണ് ഇതിന് പറയുക? ചലഞ്ചോ? ശക്തി തെളിയിക്കും മക്കളെ. 5 മിനിറ്റ് കൊണ്ട് കഴിയും. അല്ലാഹുവേ നീ സ്വീകരിക്കണം റബ്ബേ. അങ്ങനെ എത്രയോ ദിക്റുകളും ദുആകളും. അതുപോലെ തന്നെ വസ്വാസ് മാറാൻ അധികം ആൾ കുറച്ച് ഈമാൻ ഉണ്ടായ പിന്നെ നമുക്ക് വസ്വാസ് ഉണ്ടാവും. വസ്വാസ് വിഡ്ഢിത്തമാണ്, വിഡ്ഢികളിൽ ഉണ്ടാകുന്ന സാധനമാണ് വസ്വാസ് എന്ന് പറഞ്ഞാൽ. ശൈത്താനിയത്തുമാണ് വസ്വാസ് എന്ന് പറഞ്ഞാൽ. വസ്വാസ് എന്ന് പറഞ്ഞാൽ തനി ശൈത്താനിയത്താണ്. വസ്വാസ് തനി ശൈത്താനിയത്താണ്. വസ്വാസ് എന്ന് പറഞ്ഞാൽ ചെല്ലിയ തന്നെ ചെല്ലുക, പറഞ്ഞ തന്നെ പറയാ, കഴുകിയോട് തന്നെ കഴുകുക, ഒൽമ്പിയ തന്നെ ഒൽമ്പുക, അതിനൊക്കെ വസ്വാസ് എന്ന് പറയാം. ശൈത്താനിയത്താണത്.
സഹോദരിമാരെ എങ്ങനെയെങ്കിലും മാറ്റണം. വസ്വാസുള്ളത് മാറ്റണം. ശരിയല്ല, നല്ല കാര്യല്ലേ, പക്ഷെ അത് മാറ്റാൻ കഴിയണില്ല. ശൈത്താനിയത്താണ്. അപ്പൊ ഇനി ചില വഴികളുണ്ട്. പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുക അവരെ. ബാത്റൂം കുളിമുറി എന്നൊക്കെ പിന്നെ ഇങ്ങനെ പരക്കാൻ ഉതു എടുക്കുകയാണെങ്കിൽ ഒന്ന് അതിന് ഒറ്റ മറ്റൊന്നും വേണ്ട ഞെട്ടി. അതുകൊണ്ട് ചിലപ്പോൾ മാറാൻ സാധ്യത. ഒന്ന് മ്യൂട്ട് ചെയ്യാം. അതുകൊണ്ടൊന്ന് മാറാൻ സാധ്യത. പഴയ കാലത്ത് ഇവിടെ അതിന് വന്നത് എത്ര കാലം? 6 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അതിന് വന്നിരുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ മുത്തുമിനിങ്ങളെ, അൻആം സൂറത്തിൽ ആദ്യത്തെ 3 ആയത്ത് തക്സിബൂൻ വിരോധനം. അൻആം സൂറത്തിലെ ആദ്യത്തെ 3 ആയത്ത്. അൻആം സൂറത്തിന്റെ ആദ്യം നോക്കണേ, 3 ആയത്തുണ്ടത് തക്സിബൂൻ വരെ ഓതണേ. ഈ 3 ആയത്തോതി വന്നാൽ രാവിലെ ശൈത്താന്റെ വസ്വാസില്ല എന്നാൽ നിന്നിലേ. പഴയകാല വഴലന്മാര് പുട്ടില് തേങ്ങടണമായി അങ്ങനെ പാടുമവര്. തഴവസ്താദിന്റെ മനോഹരമായ ബൈത്തുകൾ ചെല്ലാതെ ഒരു മൂല്യാരും വാഴ്ന്നു നിർത്തിയിരുന്നില്ല. അൻആം സൂറത്തിന്റെ ആദ്യം നോക്കണേ, 3 ആയത്തുണ്ടത് തക്സിബൂൻ വരെ ഓതണേ. ഈ 3 ആയത്തോതി വന്നാൽ രാവിലെ ശൈത്താന്റെ വസ്വാസില്ല എന്നാൽ നിന്നിലേ. ആണ് കഥ എന്ന് പറയാം. അങ്ങനെ പറഞ്ഞൊരു വാദമുണ്ടായിരുന്നു. ബുറുദൊക്കെ ചെല്ലിട്ട് മാഷാ അല്ലാഹ് തിരശ്ശേന 3 ടോർച്ചും വെച്ച് പരുക്കം കള്ളിത്തിനൊടുത്ത് പരുക്കം തലേക്കെട്ടും കെട്ടി ജമാഅത്തും കണ്ട് കഴിഞ്ഞാൽ നേരെ സ്റ്റേജുമൊക്കെ വരിക. എന്നിട്ട് അങ്ങനെ ബുറുദ ചെല്ലി. അപ്പോഴാണ് മൂല്യാരിങ്ങനെ വരിക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മൂല്യാർ ഒന്ന് ഫാത്തിഹ ചൊല്ലി ദുആ തുടങ്ങും. വാള് ബുറുദ ചൊല്ലി വാള് പറഞ്ഞാൽ ആ സദസ്സിലിരിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ തുളച്ചു കയറുന്ന ബുറുദയുടെ മഹത്വം പറഞ്ഞിടത്ത് കാണാം. അതുകൊണ്ട് ആ പഴയ കാല ആലിമീങ്ങൾ വാള് പറഞ്ഞതിന് മുമ്പായിട്ട് ബുറുദ ചൊല്ലിയിരുന്നത്.
ബുറുദ ചൊല്ലിയിട്ട് വഅദ് പറഞ്ഞാൽ ആ വഅദ് പറയുന്ന ആളുണ്ടല്ലോ, എത്ര ശൈലി ഉണ്ടായാലും ശൈലി ഇല്ലെങ്കിലും മൂപ്പര് പറയണത് ആ സദസ്സിലിരിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് തുളച്ചിട്ട് കയറുന്ന ആ ഫൊറക്കിലാണെങ്കിലും ശരി. അത് ബുറുദന്റെ പവറാണ്. ഇന്നിപ്പോ അതൊക്കെ മാറി. ഇന്ന് മൂല്യാര് വരുമ്പോ മൂപ്പര മൂച്ചിമ കയറ്റാണ്. നീലവിഹായസിന്റെ നീലിമയിൽ നീരസം അറിയാതെ നീലീഭവിക്കുന്ന നീലവാന പക്ഷികൾക്കപ്പുറം ഒരു ലോകവും ഒരു കാലവും ഉണ്ടെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ വരികളെ കൊണ്ട് ജനമനസ്സുകളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ഈമാനിക പ്രഭ പരത്തിയ, അക്ഷരങ്ങളെ വാക്കുകളാക്കി വാചകങ്ങളെ ആശയങ്ങളാക്കി അറിവിൻ സാഗരത്തിന്റെ അലമാലകൾ ഉയർത്തിയ മലയാള മലമടക്കുകൾ കിടിനം കൊള്ളിച്ച മലയാളികളുടെ ഒരപ്പനെ പോലും കിടിനം കൊള്ളിച്ചിട്ടുണ്ടാവില്ല. ഒരപ്പനല്ലോ, എന്നാലും പറച്ചിൽ കുറക്കൂല. മൂപ്പരങ്ങനെ മൂച്ചിമ്മ കയറ്റിട്ടാ കൊണ്ടുവരുന്നത്. അതിന്റെ വിധി എന്താണ്? സ്ഥലത്ത് മുഖത്ത് നോക്കി മുഖസ്തുതി പറയുന്നതിന്റെ ഹുക്കം എന്താണ്? ആലോചിച്ച് നോക്കിയാ നിങ്ങള്. അങ്ങനൊക്കെ വഅദ് പറഞ്ഞുള്ള അവസ്ഥ എന്താ? മ്യൂട്ടല്ലേ മോനല്ലേ? തേന് കഴിഞ്ഞോ? പറയണം, പറയണ്ടോലെ. സയ്യിദുൽ ഉലമ വരുമ്പോ പറയണം.